ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1487ാമത് ജന്മസുദിനം കൊണ്ട് ആഘോഷിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാർ, എന്റെ ചെറുപ്പക്കാർ, കൊച്ചുമക്കൾ. ഇവിടെ വന്നപ്പോ തന്നെ ഉസ്താദ് ഇറങ്ങി വരുമ്പോ തന്നെ വളരെ നല്ല സമ്പൂർണമായിട്ടുള്ള രീതിയിൽ പരിശുദ്ധമാക്കപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആനയിച്ചുകൊണ്ട് സ്വഹാബാക്കളും അവിടെയുള്ള കുട്ടികളും കടന്നു വന്നതുപോലെ ദഫിന്റെ ഈരടിയാൽ കൊണ്ടുവന്നു. ഇതെന്തിന്റെ പേരിൽ? അന്ന് ലോകത്തിന്റെ നേതാവായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് കൊച്ചുമക്കൾ പാട്ടുപാടി ദഫ്മുട്ടി. അതിന്നും അതേപോലെ തന്നെയുണ്ട്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ ചെയ്യണ്ട എന്ന് പറഞ്ഞില്ല, നീ ചെയ്താൽ അത് കുഫ്റാണ്, ശിർക്കാണെന്ന് പറഞ്ഞില്ല. പിന്നെയോ അള്ളാഹുവിന്റെ റസൂൽ ആ ദഫം പൊട്ടിക്കൊണ്ട് വന്ന ഒരു കൊച്ചുകുട്ടിയെ പിടിച്ച് ആ പൊന്നുമോന്റെ തലയിൽ മെല്ലെ ഒന്ന് തടവിയിട്ട് പറഞ്ഞു, നീ ഈ ഭൂമിയിലെ ഏറ്റവും നല്ലൊരു വാഗ്ദാനമാണ്, ഏറ്റവും നല്ലൊരു വാഗ്ദാനമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അന്ന് മുതൽ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നാണല്ലോ അതൊക്കെ ബിദ്അത്തും കുഫറും ശിർക്കൊക്കെ ആയി മാറിയത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളും അള്ളാന്റെ ഹബീബിന്റെ വിശുദ്ധമാക്കപ്പെട്ട മൗലിദുകൾ പാരായണം ചെയ്യുമ്പോ, അതിനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ, അതിന്റെ മദ്ഹുകൾ പാടുമ്പോ അതൊരിക്കലും ശിർക്കാണ്, കുഫ്റാണെന്ന് പറയൂല. എന്നാൽ മനസ്സ് മുഴുവനും മലീമസമായി പോയ, മരവിച്ചു പോയിട്ടുള്ള ആളുകൾ മാത്രമാണ് അങ്ങനെ പറയുക. അവരുടെ പേരെടുത്ത് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. എന്നാലും സത്യം മനസ്സിലാക്കാമല്ലോ. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ല സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ഒരാളെ സ്നേഹിച്ചിട്ടല്ലാതെ അവനിക്ക് നല്ലതുപോലെ ദുനിയാവിന്റെ പുറത്തൊരു സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയൂല. ആരാണ് പഠിപ്പിക്കുന്നത് എന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ മാതൃകയെല്ലാം കാട്ടിത്തന്നിട്ടുള്ള ലോകത്തിന്റെ മുത്ത് മദീനത്തെ രാജകുമാരാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലേക്ക് ഒരു ദിവസം ഓടി വരികയാണ്. കണ്ണുനീർ ലഭിച്ചുകൊണ്ടാ കടന്നു വരുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വരവ് കൊണ്ടുടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ കരളിന്റെ കഷണമേ ഫാത്തിമ, എന്തിനാണ് പൊന്നുമോളെ പതിവില്ലാതെ ഇതേ സമയത്ത് നീ ഇവിടത്തേക്ക് നീ എത്തിച്ചേർന്നിട്ടുള്ളത്? ഇതേ സമയത്ത് വരാറില്ലായിരുന്നല്ലോ, ഇവിടത്തേക്ക് നിന്ന് ഞാൻ കാണാറില്ലായിരുന്നല്ലോ. പക്ഷേ പതിവ് തെറ്റിച്ച് ഇന്ന് റബീഉൽ അവ്വലിന്റെ മാസമെന്നല്ല, പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ എന്തിനാണ് കടന്നു വന്നത് എന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ പൊന്നോമന മകള് ഫാത്തിമ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അവിടത്തെയോടുള്ള അഗമ്യമായ സ്നേഹം കൊണ്ടാണ് കടന്നു വന്നത്. എന്റെ മനസ്സിന്റെ മനോമുഖരത്തിൽ മാടി വിളിക്കുന്ന മാടപ്രാവിനെ പോലെ മദീനത്തെ പെണ്ണിലാവേ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളാണല്ലോ അവിടുന്ന് ജനിച്ചിട്ടുള്ളതായ ദിവസം മരിയാട്ടങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കഥകൾ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടത്തെയുടെ ജന്മസുദിനത്തിൽ എന്റെ ഉപ്പയോടൊപ്പം ഒന്ന് കൂടുവാൻ വേണ്ടിയിട്ട് ഞാൻ കടന്നു വന്നതാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ നിന്ന് 3 കഷ്ണം മീത്തപ്പഴമുണ്ടല്ലോ അടുത്തുള്ള ഒരു യതീം കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാ, എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണേ, എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, മോളെ നീ ചെയ്യണ്ട,
അത് കുഫ്റാണ്, ശിർക്കാണെന്നുള്ളത് റസൂൽ പറഞ്ഞില്ല. ഇന്നിപ്പോ നമ്മുടെ ചെറുപ്പക്കാരെ പോലെയുള്ള യുവാക്കളെ പോലെയുള്ള ആളുകൾ ഇതേപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ അതിനെ തടയിടാനും വെറുക്കാനും എതിർക്കാനും കുഫ്റാണെന്നും ശിർക്കാണെന്നും പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മിക്കുള്ള സ്ഥലങ്ങളിലുമെല്ലാം നോട്ടീസ് അടിച്ച് പരത്തി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കെന്ന് മറന്നുപോയോ? എന്റെ വിധങ്ങളുടെ കൽപ്പനയെന്ന് മറന്നുപോയോ? ആ റസൂലുള്ളാഹി തങ്ങൾ പറയാത്ത കാര്യമാണല്ലോ നമ്മൾ പറയുക. അല്ലാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കൂടി അല്ലാഹു തആല ഇറക്കി കൊടുത്തെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദകും ലിബഅദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ, ഇതിനെ ലംഘിക്കാനും മറികടക്കാനും കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാക്കുകൊണ്ട് പോലും അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചു പോയാ, നബി തങ്ങളെ കുറ്റം പറഞ്ഞു പോയാ, നബി തങ്ങളെ ധിക്കരിച്ചു പോയാ, ആ റസൂലുള്ളാഹി തങ്ങളുടെ പേർക്ക് മൗലിദുകൾ പാരായണം ചെയ്യുമ്പോ ഇന്നുള്ള ആളുകൾ, ഇന്നുള്ള ഉസ്താദുമാര് സന്ധ്യ സമയത്തോ അതല്ല അസറിന്റെ സമയത്തോ കിതാബ് എടുത്ത് വെച്ചുകൊണ്ട് പോകുമ്പോ അത് മാത്രമല്ല മൗലിദ്. ഇന്നിവിടെ സംസാരിക്കുന്ന ഈ വാള് പോലും മൗലിദാണ്. ലോകത്തിന്റെ നേതാവിനെ കുറിച്ചാണ് പറയുക. ഇന്നവർക്ക് മൗലിദ് എന്ന് പറഞ്ഞാൽ സബീന കിതാബിലുള്ളത് മാത്രമേ അറിയുകയുള്ളൂ. അത് മാത്രമല്ല മൗലിദ്. അല്ലാഹുവിന്റെ റസൂലായ നബിയേ, അംബിളിരാജമി ലവിലം തനിയല്ലേ കനിവോത്ത ഭൂമില മുസ്തഫ നബി നൂറല്ലേ കനിവോടെ തേനുമാ രംഗും മോകമല്ലേ അർഹമുറാഹിമു തന്നു ഏരിയ നിധിയല്ലേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ, ആ നബി തങ്ങൾ എതിർക്കാൻ പാടില്ല. ആ റസൂലുള്ളാഹിന്റെ പേർക്ക് മൗലിദുകൾ നടത്തുമ്പോ, കുട്ടികൾ മദ്ഹ് പാടുമ്പോ എന്തിനാ പ്രിയമുള്ളവരെ തെറ്റാണ് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കാൻ പോവുക? പാടില്ല. നബി തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ എതിർക്കാത്ത കാര്യങ്ങൾ എതിർക്കുന്നവരെ, അതിനെ കുറ്റം പറയുന്നവരെ, എന്തിനേറെ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം ഒരാളിരിക്കുകയാണ്. നബി തങ്ങൾ അത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ, റസൂലുള്ളാഹി തങ്ങൾ മദ്ഹ് പറയുമ്പോ ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റങ്ങ് മാറിപ്പോയി. നബി തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് എഴുന്നേറ്റങ്ങ് ഓടിപ്പോയി. യഹൂദികളായ മനുഷ്യന്റെ അരികിലേക്ക് ആ മനുഷ്യൻ ചെന്ന് ചേരുകയാണ്. സുബ്ഹാനല്ലാഹ്. കുറച്ച് നാളുകൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ആ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ലോകത്തോട് വിട പറഞ്ഞു പോയ ആ മനുഷ്യന്റെ ജനാസ അവിടെയുള്ള യഹൂദികൾ കൂടി ചേർന്നുകൊണ്ട് ഒരു കുഴിയിലേക്ക് കൊണ്ടുവന്ന് കുടിച്ചു വെക്കുകയാണ്. പക്ഷേ ആ മനുഷ്യൻ മരണപ്പെട്ട് കുഴിയിൽ കൊണ്ട് വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ എതിർത്തുകൊണ്ട് അവിടെ നിന്ന് പോയ മനുഷ്യനുണ്ടല്ലോ, നബി തങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് പോയ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചു കൊണ്ടുപോയ മനുഷ്യനുണ്ടല്ലോ, ഓ മനുഷ്യന്റെ ജനാസ കൊണ്ട് ഖബറിലേക്ക് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫഅജബൻ അജബാ, അവന്റേതായിട്ടുള്ള ഖബറിലേക്ക് മണ്ണിട്ട് എല്ലാവരും പോയി. അവര് പിറ്റേന്ന് വന്നുകൊണ്ട് നോക്കുമ്പോ ആ മനുഷ്യന്റെ ജനാസ ഭൂമിക്ക് വെളിയിലാണ്. ആ മനുഷ്യന്റെ ജനാസ ഭൂമിക്ക് വെളിയിലാണ്. നബി തങ്ങളെ കുറ്റം പറയുന്നതിനുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ് ആ മനുഷ്യന്റെ ജനാസ ഭൂമിക്ക് വെളിയിൽ. പിറ്റേന്ന് ആളുകൾ കൂടി ആ മനുഷ്യന്റെ അടുത്ത് കുഴിച്ചിട്ടു മണ്ണിട്ട് നല്ലപോലെ മോടി നല്ല പാറക്കല്ല് കൊച്ചു കെട്ടിയവർ പോയി. എന്നിട്ടും പിറ്റേന്ന് വന്നുകൊണ്ട് നോക്കുമ്പോ സുബ്ഹാന റബ്ബി, ആ മനുഷ്യന്റെ ജനാസ വീണ്ടും ഭൂമിക്ക് വെളിയിലാണ്. അവിടെ അവൻ ആ മനുഷ്യനെ എടുത്തുകൊണ്ട് വീണ്ടും കുഴിയിലേക്ക് ഇട്ടു. രണ്ടാമതും
ഒരു ഖബറിലേക്ക് അവൻ എടുത്തിട്ട് കൊണ്ട് കുഴിച്ചു മൂടി. പിറ്റേന്ന് വന്ന് നോക്കുമ്പോഴും അവന്റെ ജനാസ ഭൂമിക്ക് വെളിയിലാണ്. ഈ യഹൂദികളായ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. ആ മനുഷ്യനെ എല്ലാവരും കൂടി പൊക്കിയെടുത്തിട്ട് അതാ കള്ളിമുൾച്ചെടിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ. കള്ളിമുൾച്ചെടിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഭൂമിക്ക് പോലും വേണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അവിടുത്തെ വിശുദ്ധമാക്കപ്പെട്ട മൗലിദിലേക്ക് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ മുത്തം തെരുവിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതേപോലുള്ള അവസ്ഥ നമുക്ക് വന്നുകൂടാ എന്നില്ല. അല്ലാഹുവിന്റെ ആറടിമണ്ണാകുന്ന കബറ്, ആ കബറിന്റെ അടിത്തട്ടിൽ കൊണ്ടുവച്ചിട്ട് പോലും അവന്റെ ജനാസയെ ഭൂമിക്കും വേണ്ട. അങ്ങനെയുള്ള അവസ്ഥയെത്തിട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നിപ്പോ എന്താ, ചില ആളുകളുണ്ട് അതിനെ കുറിച്ച് അങ്ങോട്ട് സംസാരിക്കുമ്പോ അതങ്ങനെയാണ്, ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുമ്പോ അതിനു വേണ്ടി ചെന്ന് ഇരുന്ന് കൊടുക്കാനും ചില ആളുകളുണ്ട്, അല്ലെ? ബഹുമാനപ്പെട്ട ശാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമ കേൾക്കുന്ന ഷർത്തുകൾ പറയുന്നിടത്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻകാന സാഹിബുൽ ബിദ്അ ഫലാ തജ്ലിസ് ഫീഹി. നബിതങ്ങളെ കുറ്റം പറയുന്ന ഒരാളുടെ വാദാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുന്ന സദസ്സാണെങ്കിൽ ഫലാ തജ്ലിസ് ഫീഹി, അവിടെ നീ ഇരിക്കല്ലേ. റസൂലിനെ കുറ്റം പറയുന്ന മജ്‌ലിസിൽ ഇരിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഹുസാരിയാണ് പറയുന്ന കാരണം, ലാ യതകല്ലമു ഇല്ലാ ബികലാമി ശൈത്താൻ. അവൻ ശൈത്താന്റെ വർത്തമാനമല്ലാതെ അവൻ പറയൂല. അതുകൊണ്ട് ഫലാ തജ്ലിസു ഫീഹി, അവിടെ ഇരിക്കാൻ പാടില്ല. അല്ലേ? ഇപ്പൊ എന്താ, എന്ത് കേട്ടാലും കുഴപ്പമില്ല, പ്രസംഗമല്ലേ, ചെന്നിരുന്ന് കൊടുക്കാം, എന്താ വരട്ടെ, അല്ലേ? ഇമാം ഗസാലി പറഞ്ഞു, മൂന്നാമത്തെ ഷർത്തായിട്ട് പറഞ്ഞു, അനാവശ്യങ്ങൾ പറയുമ്പോ, ബിദ്അത്ത് പറയുമ്പോ അങ്ങനെയുള്ള മനുഷ്യർക്ക് പോയിരിക്കരുത്. കാരണം ഇല്ലാതെ കലാമി ശൈത്താൻ, അവൻ ശൈത്താന്റെ സംസാരമല്ലാതെ പറയൂല. ഇതുപോലെ അതാണല്ലോ ശൈത്താന്റെ വർത്തമാനാണല്ലോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യൻ എന്ന് അവരുടെ വാവുകൊണ്ട് പറയിപ്പിക്കുക. എങ്ങനെ നബി തങ്ങൾ ആവുക സാധാരണ മനുഷ്യൻ? അവര് പറയുന്ന ഇന്നമാ അന ബശറും മിസ്ലുക്കും. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പോലെ സാധാരണ മനുഷ്യനാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു. പക്ഷെ വന്നവർ വിട്ടുപോയി. യൂഹാ ഇലയ്യ, അല്ലാഹുവിന്റെ റസൂലിലേക്ക് വഴി വന്നിട്ടില്ലേ? എന്നാൽ ഈ സാധാരണക്കാരനാണെന്ന് പറയുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിലേക്ക് എന്താണ് അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ടുള്ളത്? ഒന്നും തന്നെ ഇറക്കിയിട്ടില്ലല്ലോ. നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും സാധാരണക്കാരനാകൂല. നബി തങ്ങൾ ജനിച്ചു വീഴുന്നതോ അത്ഭുതങ്ങളുടെ കലവറയിലേക്കാണ്. ഏറ്റവും നല്ല സുന്ദരമായിട്ടല്ലേ നബി തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് വീഴുന്നത്. നബി തങ്ങൾ അറിയാത്ത ഒന്നുമില്ല. ഇന്നീ മർദിക്കുന്നുള്ള ഓരോ ചെറുകല്ലുകളോട് ചോദിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ അറിയുമോ? ഇവിടെ കിടക്കുന്ന ഓരോ കല്ലുകളും പറയും, ലോകത്തിന്റെ നേതാവിനെ ഞാൻ അറിയും. ഇവിടെ നിൽക്കുന്ന സസ്യലതാദികളോട് അല്ലാഹുവിന്റെ റസൂലിനെ അറിയുമോ എന്ന് ചോദിച്ചാ ഈ സസ്യലതാദികളും പറയും, അതേ, ലോകത്തിന്റെ നേതാവിനെ ഞങ്ങൾ അറിയുമെന്ന് പറയും. ഒന്നുപോലും അറിയാതെ ഇന്നേവരേക്കും കടന്നു പോയിട്ടില്ല. ഇന്നിപ്പോ വർക്കലയിലേക്ക് നാം ഒന്ന് പോയി നോക്കിയാൽ കടലിന്റെ തിരമാലകൾ അടിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുമല്ലോ. അതെന്താണ് എല്ലാ സുബൈക്കും പറയുന്നത്? ലോകത്തിന്റെ നേതാവിന് സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്താണ് തിരമാലകൾ പോലും പറയുക. ഇത്ര പോലും ബുദ്ധിയില്ലാത്ത ഇന്ന് മനുഷ്യരായി പോയില്ലേ? അത് കേട്ടുകൊണ്ട് ലോകത്തിന്റെ നേതാവിനെ ധിക്കരിക്കുന്നവരില്ലേ? ഇവിടെ നിൽക്കുമ്പോ ഒരു കുഴപ്പമില്ല മനുഷ്യനിക്ക്. പക്ഷെ അവര് ഗൾഫിലേക്ക് വന്ന് പോയി, പിന്നെ സൗദിയിലേക്ക് വന്ന് പോയിട്ട് വരുമ്പോ പിന്നെ നബി തങ്ങളെ പേർക്ക് മോള് ഒതുക്കൂടാ, അത് കുഫ്റാണ്, ശിർക്കാണ്. നമ്മളെ പോലത്തെ മനുഷ്യരല്ലേ, പിന്നെന്തിനു വേണം? നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു അബൂബക്കർ അല്ലേ, പിന്നെന്താ പറയുക? എന്തിനേറെ ഹൈന്ദവ മതസ്ഥരുടെ ഭഗവത്ഗീതയിൽ പോലും മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നുമല്ല. ഇന്നേവരേക്കും എന്റെ പ്രിയപ്പെട്ടവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അവർക്കറിയാം. അവര് പോലും അതിന്റെ അർത്ഥം കണ്ടുപിടിച്ചിട്ടില്ല. അവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബിയാണ്.
ബൈബിളിലോ 125-ാമത്തെ പേജിലും മുഹമ്മദ്, അത് മുഹമ്മദ് നബിയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ എല്ലാ ഗ്രന്ഥങ്ങളും ഒരേപോലെ പറഞ്ഞ മദീനത്തെ പൊന്നോമന മലരേ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജന്മദിനം നമ്മളിപ്പോ ആഘോഷിക്കാം. ഈ ഇരിക്കുന്ന ഇരുത്തം, ഈ കേൾക്കുന്ന സംസാരമൊക്കെ മൗലിദ അല്ലാതെ സബീന മാത്രമല്ല മൗലിദ്. നബിതങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചു വീഴുന്ന സമയം അതൊക്കെ നമ്മുടെ സംസാരിക്കലല്ലേ നമ്മൾ അതിനകത്ത്. അതിനകത്ത് എന്താ കുഫ്ർ ശിർക്ക്. അവൻ ജനിച്ചു വീണാൽ ഈ പറയുന്നതും തന്നെ അവന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്നും ഈ ഭൂമി ലോകത്തേക്ക് അവൻ എത്തി അവനിക്ക് ഓർമ്മ വെച്ച ആ സമയം മുതൽ അവൻ എന്ത് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്റെ ഇത്രാം തീയതി ഇന്ന ഡേറ്റിലായിരുന്നു, അന്ന് എന്നെ എല്ലാവരും കാണാൻ വന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറില്ലേ. പക്ഷെ ലോകത്തിന്റെ നേതാവ് വന്നപ്പോൾ മാത്രം അവന് കുഫറും ശിർക്കും. പറയുന്ന കാര്യം മാറി പോകണ്ട. ഞാൻ ഉദാഹരണം പറയാം. പണ്ട് ഒരാൾക്ക് ഇംഗ്ലണ്ടിൽ പോകുന്ന വലിയൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ ഇംഗ്ലണ്ടിൽ പോകണമെങ്കിൽ ഒരല്പം ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരാൾക്ക് പച്ച മലയാളം പോലും ചൊവ്വയിൽ നേരെ പിന്നെ എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരാള് അല്ലെ എനിക്ക് ഇംഗ്ലണ്ട് വരെ പോകണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല. എന്നാൽ കാര്യം ചെയ്തോ, നീ പാസ്പോർട്ട് മിസ്റ്റേക്ക് എടുത്തോ, നേരെ ഇംഗ്ലണ്ടിൽ പോവുക. അവിടെ ചെന്ന് ആരെന്ത് ചോദിച്ചാലും നീ എസ് എന്ന് പറഞ്ഞാൽ മതി. എന്ത് ചോദിച്ചാലും എസ് എന്ന് പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ് അവന് വലിയ സന്തോഷമായി. അടുത്ത വണ്ടി കയറി നേരെ ഇംഗ്ലണ്ടിൽ പോയി. അവിടെ ചെന്നറിയപ്പോ ആദ്യം കണ്ട ഒരു ഗുസ്തിക്കാരൻ, ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നില്ല, മലയാളത്തിൽ പറയുന്നു, കഥ ഇംഗ്ലീഷ് ഇല്ല. ചോദിച്ചു, നീ എന്നോട് ഗുസ്തിക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു. ഇവ അങ്ങോട്ട് നോക്കിയില്ല ഇങ്ങോട്ടും നോക്കിയില്ല, നേരെ ഒറ്റ വാച്ചില്ല എസ് എന്ന് പറയലും ആവശ്യം പോലെ അടിയുണ്ട്. ആവശ്യം പോലെ അവിടെ തൊട്ടടുത്ത വണ്ടിക്ക് നേരെ നാട്ടി അളിയാ ഞാൻ ചെന്ന് എസ് പറഞ്ഞ് കുടുങ്ങി ആദ്യം ഇഷ്ടം പോലെ കിട്ടി. എന്നൊരു കാര്യം ചെയ്തോ, ഇനി ഒന്നുകൊണ്ട് നീ പേടിക്കേ വേണ്ട, അടുത്ത വണ്ടി കയറി നേരെ ഒന്നും കൂടെ കൊടുക്കും, ഇനി എസ് മാറ്റി പിടിച്ച് നമുക്ക് നോ ആക്കാം. അൽഹംദുലില്ലാഹ് നീ ആണ് സത്യപാടെന്ന് പറഞ്ഞ അടുത്ത വണ്ടി നേരെ ഇംഗ്ലണ്ടിൽ പോയി ഇറങ്ങിയ പാടെ കണ്ടത് പഴയ കുസ്തിക്കാരൻ. ഇദ്ദേഹം ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് എങ്ങനെയാ ചോദിച്ചറിയോ, അന്ന് കിട്ടിയത് മതിയായോ എന്ന് ചോദിച്ചു. അന്ന് കിട്ടിയത് മതിയായോ? പിന്നെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ആവശ്യം പോലെ കിട്ടി. അപ്പൊ എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും പറയേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ലോകത്തിന്റെ നേതാവ് ഉറക്ക സലാത്ത് ചൊല്ലിക്കോ, മുഹമ്മദ് മുസ്തഫ കരയുന്നു ഹദാവന്ന് സ്വഹാബിയാം നബി മുമ്പിൽ പറഞ്ഞല്ലോ മണിമൂത്തേ നബിയുള്ളാവേ അന്ന് ജനിച്ചതാ മനസ്സുള്ളിൽ ഇതാ സന്തോഷം. ഒരു സ്വഹാബി ഓടി വന്നുകൊണ്ട് കരയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കരയുകയാണ്. എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വേറൊന്നും കൊണ്ടല്ല നബിയേ, അവിടത്തെയുടെ ജന്മദിനം ആഘോഷിച്ചപ്പോ അത് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുവന്നപ്പോ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ. സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാ. അല്ലേ, ഇങ്ങനെയൊക്കെ മാർദന്മാരായ ആളുകൾക്ക് കൊണ്ടാടിയിട്ടുള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ നമ്മുടെ മരതിക്കുന്ന ചെറുപ്പക്കാർ സംഘടിപ്പിക്കുന്നു. അത് നല്ലതാണ്. അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ഈ നാട്ടുകാർ, അതും വലിയൊരു കൂലിയാണ്. അല്ലാഹു തആല ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരാം. നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് അങ്ങനെ പറയാം. അല്ലാഹുവിന്റെ റസൂല് അതാ 6 വയസ്സുള്ള പൊന്നാര മകള് ഷൈമ എന്ന് പറയുന്ന പൊന്നുമോള് ഹലീമ ബീബിയുടെ മകള് അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ടിലിട്ടുകൊണ്ട് താരാട്ട് പാട്ടുപാടി ഉറക്കുകയാണ്. ഇന്നുള്ള താരാട്ട് പാട്ടല്ല, എന്താണെന്നറിയാ, റബ്ബന അബ്ഖി മുഹമ്മദാ ഹത്താ അറാഹു യഫിഅ അംറദാ. അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ തൊട്ടിലിട്ടുകൊണ്ട് താരാട്ട് പാട്ടുപാടി ഉറക്കുമ്പോ അങ്ങകലെ നിന്നുകൊണ്ട് ഒരാൾ നോക്കുമ്പോ ആകാശത്ത് നിൽക്കും നമ്പിളിയമ്മാവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുകയാണ്. അങ്ങനെ ചാഞ്ചാടും നമ്പിളിയമ്മാവനെ കണ്ടുകൊണ്ട് ഇതെവിടെന്നാണ്, ആരുടെ വീട്ടിന്റെ പുറത്താണ് എമ്പിളിയമ്മാവന്റെ ചാഞ്ചാട്ടം എന്നറിയാൻ ആ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ട് പോകുമ്പോ അത് വേറെ ആരുടെയും വീട്ടിലല്ല, ബഹുമാനപ്പെട്ട ഹലീമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിന്റെ മുകളിലാണ്. ആകാശത്ത് നിൽക്കും നമ്പിളിയമ്മാവൻ ആടിക്കളെ
ഇതെന്താണെന്നറിയാൻ വേണ്ടി വീട്ടിന്റെ അകത്തട്ടിലേക്ക് ഒന്ന് കയറി ചെന്നപ്പോ ആ തൊട്ടിൽ കിടക്കുന്നത് വേറെ ആരുമല്ല, മദീനത്തെ വസന്തമേ. ഓ വസന്തത്തിൽ വിരിഞ്ഞ പരിനീരേ, ആ പരിനീരിൽ വിരിഞ്ഞ പരിമളമേ, ആ പരിമളത്തിന്റെ സുഗന്ധമേ, ആ സുഗന്ധത്തിന്റെ നറുമണമേ, മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് ആ തൊട്ടിൽ കിടക്കുകയാണ്. ഹലീമ ബീവിയുടെ 6 വയസ്സുള്ള ഷൈമ എന്ന് പറയുന്ന പൊന്നുമോള് താരാട്ട് പാട്ടുപാടി ഉറക്കുകയാണ്. തൊട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോ ആ തൊട്ടിൽ ഒരു കളിപ്പാട്ടുമായിട്ട് ആകാശത്ത് നിൽക്കും നമ്പിളിയമ്മാവൻ ആടി ആടി കളിക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന മനുഷ്യ, നീ നിന്റെ വീട്ടിന്റെ അകത്തട്ടിൽ തൊട്ടിൽ കിടക്കുമ്പോ നിനക്ക് ആകാശത്തുള്ള അമ്പിളിയമ്മാവൻ വന്നുകൊണ്ട് താരാട്ട് പാട്ട് പാടാ, നിനക്കിന്ന് കളിപ്പാട്ടമായിട്ട് കടന്നു വരുമോ? ഇല്ലല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കളിപ്പാട്ടമായിട്ട് കടന്നു വന്നത് അത് വേറൊന്നുമല്ല, പൊന്നമ്പിളിയാണ്. ആകാശത്തിൽ നമ്പിളിയമ്മാവനാണ് ലോകത്തിന്റെ നേതാവ് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കളിപ്പാട്ടമായി വന്നു. നമുക്ക് വരൂ, ഈ പറയുന്ന മനുഷ്യനിക്ക് വരൂ, ഉള്ള ഉദു മൂട്ടല്ല എന്ന് വെച്ചിട്ട് പോകും അല്ലെ. എന്നാൽ നബി തങ്ങളെ കാക്കാൻ വേണ്ടി റഹ്മത്തിന്റെ മലാഖമാര അല്ലേ കൊതുന്ന് വന്ന് കുത്തിയിട്ടില്ല അല്ലാഹുവിന്റെ റസൂലിനെ. എന്നാൽ ഈ മനുഷ്യനാണെങ്കിലോ കിടന്നുറങ്ങുമ്പോൾ നല്ല ഉറക്കം പിടിയും നല്ല കരച്ചിലേക്ക് എന്റെ കാരണം കൊതു കുത്തിയിട്ടാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളും ഈ മനുഷ്യനും പിന്നെ എങ്ങനെ ഒരേപോലെ ആവുക? എന്റെ പ്രിയപ്പെട്ടവരെ നല്ലപോലെ ശ്രദ്ധിച്ചു. ഇതേപോലെ തന്നെ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം പുന്നാര മകനെ നോക്കുമ്പോൾ കാണുന്നില്ല, വെളിയിലുമില്ല. അവസാനം കുറെ ദൂരം സഞ്ചരിച്ചങ്ങോട്ട് ചെന്നപ്പോ ബഹുമാനപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നോമന മകള് ഷൈമാഹിനോടൊപ്പം നിന്നുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പൊന്നുമോളെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, മോളെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഈ നിൽക്കുന്ന പൊന്നോമന മകനെ എന്തിനാണ് 15,000 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യന്റെ ചൂടിപ്പിക്കുന്നത്? ഈ സൂര്യന്റെ ചൂട് പൊന്നുമോന്റെ പുറത്തേക്ക് അടിക്കില്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്? ഷൈമാ പറഞ്ഞില്ലമ്മ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പൊന്നുമോന്റെ ശരീരത്തെ സൂര്യന്റെ രശ്മികളെ പതിച്ചിട്ടില്ല, സൂര്യന്റെ പ്രകാശം വന്ന് പതിച്ചിട്ടില്ല. ഈ പൊന്നുമോൻ എവിടെ സഞ്ചരിച്ചാലും അവിടെയൊക്കെ കാർമേഘം വന്നുകൊണ്ട് തണലിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാനും അതിനോടൊപ്പം ചേർന്നതാ. ഈ പൊന്നുമോനക്ക് സൂര്യന്റെ താപം ഏറ്റില്ല ഉമ്മ. നബിതങ്ങളെ എങ്ങനെയാണ് സാധാരണക്കാരനെന്ന് പറയാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മുത്തായ നബിതങ്ങളെ കുറ്റം പറയുന്ന മനുഷ്യ നാളെ മഹ്ശറയാകുന്ന കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ യൗമയദൂ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പനകളും വാക്കുകളും ധിക്കരിക്കുന്നവരെ, അതിനെ കേട്ടുകൊണ്ടൊന്ന് പഠിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പോ ഞാൻ വലിയൊരു പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മനസ്സും എന്റെ നാവും ശുദ്ധിയല്ല എന്നൊരു പിന്നെന്തിനാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിച്ചോ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ മഹ്ശറയാകുന്ന കോടതിയിലേക്ക് വരികയാണ്. അവിടെ വന്നുകൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുകയാണ്. എന്തിനാ കരയുന്ന എന്നറിയോ? എന്തിനാ വേദനപ്പെടുന്ന എന്നറിയോ? എന്തിനാണ് കഷ്ടപ്പെടുന്ന എന്നറിയോ? എന്റേതായിട്ടുള്ള സമുദായം കടന്നു വരുമ്പോ ഈ ദുനിയാവിന്റെ ഫിത്നയിൽ കഴിഞ്ഞുകൂടി, ദുനിയാവിന്റെ ആഡംബരത്തിലും ആഹ്ലാദത്തിലും ആഭാസത്തിലും കഴിഞ്ഞുകൂടിയിട്ടായിരിക്കുമല്ലോ കടന്നു വരിക. അങ്ങനെ കടന്നു വന്നാ നിന്റെ സ്വർഗത്തിലേക്ക് അവർ കടക്കാനുള്ള പാസ് കിട്ടുമോ എന്ന് ഓർത്തുകൊണ്ടാണ് നബിതങ്ങൾ കരയുക. എല്ലാവരും നെട്ടോട്ടമോടുകയാണ്. സ്വന്തം മക്കളെ മാതാപിതാക്കൾ വിളിച്ചുകൊണ്ട് പറയാ, പിന്നാര മക്കളെ
ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയി, ഒരുപാട് വൃത്തികേടുകൾ ചെയ്തു പോയി. അതുകൊണ്ട് ഈ ഉമ്മാക്ക് വേണ്ടി ശഫാഅത്ത് പറയണേ, ഈ ഉമ്മാക്ക് വേണ്ടി അല്ലാഹുവിനോട് പറയണേ. പിന്നാലെ മക്കൾ പറയുന്നു, നഫ്സി നഫ്സി നഫ്സിയാ ഉമ്മ, എന്റെ ശരീരം തന്നെ ഒന്ന് രക്ഷിക്കാ. ഇവിടെ ഞാൻ നെട്ടോട്ടമോടുമ്പോ എന്റെ ഉമ്മാന്റെ ശരീരത്തെ എങ്ങനെയാ ഞാൻ ഇന്ന് രക്ഷപ്പെടുത്തുക എന്ന് മക്കൾ ചോദിക്കില്ലേ? അവിടെ വെച്ചുകൊണ്ട് ഭർത്താവിനോട് കഥ പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യയോട് കഥ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളോട് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്താൻ വരുന്നത് മദീനത്തെ പൊന്നോമന വസന്തമേ മുഹമ്മദ് മുസ്തഫ മനുഷ്യരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഈ നബിതങ്ങളെ കുറ്റം പറയുന്ന മനുഷ്യനിക്ക് എങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ശഫാഅത്ത് പറയാ? നബിതങ്ങളുടെ മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ അവിടത്തെ വല്ലാണ്ട് കുറ്റം പറയുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്, അവന്റെ അവസ്ഥ എന്തായിരിക്കും മഹ്ശറയിൽ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറയാകുന്ന കോടതിയിൽ പാപത്തിന്റെ പരദീസയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ മനുഷ്യൻ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ശഫാഅത്ത് ചോദിക്കുമ്പോ അവനെ ഞാൻ ചവിട്ടിത്തള്ളുമെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്നിന്റെ ദുനിയാവിലെ കല്ലമ്പലത്തിൽ നിന്നല്ല, ഈ ദുനിയാവിന്റെ ഏത് പ്രദേശത്തായിരുന്നാലും ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് നോവിപ്പിക്കുന്ന നബിതങ്ങളെ കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്നവന്റെ നാവ് പോലും അവിടെ നിന്ന് വലിച്ചഴിക്കുമെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നിങ്ങൾ ഉറക്ക സലാത്താണ്, പിന്നെന്ത് സദസ്സായത്? നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എങ്കിൽ ഈ സദസ്സിൽ ഒരു ബറക്കത്തുമില്ല. ബഹുമാനമുള്ളവരെ, ഇന്നിപ്പോ ഞാൻ ഒരു അഹങ്കാരമല്ല പറയും. ഇന്നിപ്പോ 32ാമത്തെ സ്റ്റേജിൽ ഒരേപോലെ നിൽക്കുക. ഞാൻ ഇത്ര ഉറക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്റെ കൂടെ ഉറക്കുന്നു പിന്നെ സ്വലാത്തിലൂടെ. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയുടെ ശഫാഅത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. നമ്മുടെ നാവ് കൊണ്ട് കുറ്റം പറയാൻ പാടില്ല, നമ്മുടെ മനസ്സുകൊണ്ട് പോലും നബിതങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊന്നും പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയേ, ഞാൻ അവിടെ നിന്ന് അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് വരുമ്പോ അവിടെ നിൽക്കുന്ന രക്ഷപ്പെടണം, അതിന് വല്ല വഴിയുമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ ജുബൈറേ, അതിനുള്ളതായിട്ടുള്ള 2 വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്റെ അടുക്കൽ നിനക്ക് നല്ല സ്ഥാനം കിട്ടാൻ 2 വഴി ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ വഴി ഏതെന്നറിയോ? നിന്റെ നാവിനെ നീ സൂക്ഷിച്ചാൽ നിനക്ക് രക്ഷയുണ്ട് മോനെ. എന്റെ പുന്നാര മകൾ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ അവരുടെ നാവിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിലും അവർക്ക് രക്ഷയില്ല. പിന്നെ ഷമീറിന്റെ കാര്യം പറയണോ? പിന്നെ അരിമീങ്ങളുടെ കാര്യം പറയണോ? നാവിനെ സൂക്ഷിക്കാത്തവരാരായാലും ശരി തന്നെ അവർക്ക് നബി തങ്ങളുടെ ശഫാഅത്തില്ല. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണ് പറയുക. അതുകൊണ്ടാണ് നബിതങ്ങൾ നല്ലതുപോലെ സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ മാനദണ്ഡം ഒന്ന് നമ്മുടെ നാവിനെ സൂക്ഷിക്കലാണ്. രണ്ടാമത്തതോ അസ്സലാത്തു അലയ്യ, എന്റെ പേരക്കുള്ള സ്വലാത്താണ്, സ്വലാത്താണ്, സ്വലാത്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനന്ന് ചോദിക്കട്ടോ, ഇന്ന് റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചവരാണല്ലോ നമ്മൾ. എത്ര പേരാ ലോകത്തിന്റെ നേതാവിന്റെ പേർക്ക് 1000 സ്വലാത്തുകൾ ചൊല്ലിയത്? ഇന്നിപ്പോ കുട്ടികളൊക്കെ മൗലിദുകൾ പാരായണം ചെയ്തുവല്ലോ, ഘോഷയാത്ര പോയല്ലോ. അതിനകത്തൊക്കെ ധീരാ ധീരാ നേതാവായൊരു മുഹമ്മദ് നബിയുള്ളാഹ് എന്നുള്ള കവിതകൾ പോലെയുള്ള കവിതകൾ പാടിക്കൊണ്ടുപോയി. എന്നാൽ എത്ര സ്വലാത്താണ് എന്റെയും നിങ്ങളുടെയും നാക്കിൻ്റെതായിട്ടുള്ള സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാ, മഹ്ശറയാകുന്ന കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ എന്റെ പേർക്കുള്ള സ്വലാത്ത് ചൊല്ലട്ടെ. ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞ അവന്റെ
അവന്റെ വിഷമം മാറുകയാണ്, അവന്റെ കടങ്ങൾ മാറുകയാണ്, അവന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ആവലാദികളും വേവലാദികളും കണ്ണീരിലല്ല ഒരു സ്വലാത്തിലൂടെ മാറുകയാണ്. മദീനയിലെ ഒരു സ്വഹാബിയത ഓടി വരികയാണ്, നബിയേ എനിക്കൊരുപാട് കടമുണ്ട് നബിയേ, എന്റെ കടം വീടാ, എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല, എന്റെ മക്കള് പട്ടിണിയാണ് നബിയേ, എന്റെ ഭാര്യ പട്ടിണിയാണ് നബിയേ, എനിക്കൊന്നുമില്ലാതെ ഈ ദുനിയാവിന്റെ പുറത്ത് ഞാൻ വിഷമിക്കുമ്പോ, ഈ ദുനിയാവിന്റെ പുറത്ത് ഞാൻ കഷ്ടപ്പെടുമ്പോ എങ്ങനെയാണ് എന്റെ കടങ്ങൾ വീടാ, ഒരു വഴി എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പേടിക്കണ്ട മോനെ, എന്റെ പേർക്കുള്ള സ്വലാത്ത് ഒരുപാട് ചൊല്ലിക്കോ, ആ സ്വലാത്തിലൂടെ നിന്റെ കടങ്ങൾ വീടുമെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അവിടെ പോയിരുന്ന കൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് ഇങ്ങനെ ഉറക്കെ ചൊല്ലുമ്പോ കടം കൊടുക്കാനുള്ള മനുഷ്യൻ കടന്നു വരികയാണ്, വന്നുകൊണ്ട് വാതിലിൽ മുട്ടുകയാണ്. ആ സമയത്തും ലോകത്തിന്റെ നേതാവിന്റെ പേർക്കുള്ള സ്വലാത്ത് ഇങ്ങനെ മനോമുഖരത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. ഉടൻ തന്നെ വാതിലിൽ മുട്ടി വിളിച്ച മുതലാളി പറഞ്ഞടാ ഇവിടെ വരാൻ പറഞ്ഞു. ഓരിടത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഈ സമയത്ത് എന്റെ കയ്യിൽ ഒന്നുമില്ല തരാനെന്ന് പറയുമ്പോ, പറ്റില്ല, നീ എന്റെ കടം വീട്ടണം. അതെങ്ങനെയാണ് എന്റെ കടം വീട്ടേണ്ടതെന്നറിയോ? ഈ ഒരു മാസക്കാലം കൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ പേർക്ക് ഉറക്കമില്ലാതെ സ്വലാത്ത് ചൊല്ലിക്കോ. ഈ ഒരൊറ്റ സ്വലാത്ത് നീ ചൊല്ലിക്കഴിഞ്ഞ നിന്റെ കടങ്ങളൊക്കെ വീട്ടിയവനായി അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പൊരുത്തപ്പെടാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞിരുന്നെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കടങ്ങൾ വീട്ടിയിട്ടുള്ള മനുഷ്യരില്ലേ? സ്വലാത്ത് ചൊല്ലി കടങ്ങൾ വീട്ടിയവരുണ്ട്, സ്വലാത്ത് ചൊല്ലി മക്കളുടെ രോഗം മാറ്റിയവരുണ്ട്. ഇതിനൊക്കെ സ്നേഹം വേണം. സ്വലാത്ത് ചൊല്ലണമെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന്റെ മനോമുഖത്തിൽ നല്ലൊരു സ്നേഹം ലോകത്തിന്റെ നേതാവിന് കൊടുക്കണം. അല്ലാതെ നബിതങ്ങളെ കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബിയ്യ വലാ തജ്ഹറൂ ലഹു ബിൽഖൗൽ കജഹരി ബഅദകും ലിബഅൻ. അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇതിനെ ധിക്കരിക്കാൻ ഒരാൾക്കും കഴിയില്ല, ഇതിനെ മാറ്റുരക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ആരെ വിളിച്ചിട്ടാ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചതായ കൂട്ടരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരെ, നമസ്കരിക്കുന്നവരെ, നോമ്പ് പിടിക്കുന്നവരെ, സക്കാത്ത് കൊടുക്കുന്നവരെ, സ്വതക്ക ചെയ്യുന്നവരെ, ഇവരെയൊക്കെ വിളിച്ചിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ. അല്ലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എല്ലാവരും വിശ്വസിച്ചു. അല്ലാഹു റസൂലിനെ പേര് കേൾക്കുമ്പോ ആദ്യം സ്വലാത്ത് ചൊല്ലേണ്ടവരെ വാദം വന്നു, പിന്നെ ചൊല്ലാമെന്നായി. നമ്മുടെ ഉസ്താദുമാര് വാദം പറയുന്ന പോലെ നീട്ടി വാദം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അതുവരെതായി. ഇപ്പൊ ഒക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അല്ലാഹു തആല അവർക്ക് ഹിദായത്തോട് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു എല്ലാവരെയും വിളിച്ചിട്ട് പറയാ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുതേ. ഫൗഖ സൗതിൻ നബി, ലോകത്തിന്റെ നേതാവിന്റെ ശബ്ദത്തിനേക്കാൾ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുതേ. പണ്ഡിതന്മാരിന് യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ തഫ്സീർ കൊടുക്കുന്നത്, ഇന്നിന്റെ ആധുനിക കാലഘട്ടം വെച്ചുകൊണ്ട് തഫ്സീർ കൊടുക്കുക, ലോകത്തിന്റെ നേതാവിന് ഇഷ്ടപ്പെടാത്തൊരു വാക്കുപോലും പറഞ്ഞുകൊണ്ട് നബിതങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ തെരുവിളിക്കല്ലേ. ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേർക്ക് മരുന്നിക്കുന്നതും അതുപോലെ കല്ലമ്പലത്തും കണിയാവരത്തും ഒക്കെ മൗലിദുകൾ പാരായണം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ റബീഉൽ അവ്വൽ 12 നിന്ന് പാവപ്പെട്ട പുന്നാര മക്കൾ തൊട്ടിക്കൊണ്ട് പാട്ട് പാടിക്കൊണ്ട് കടന്നു വരുന്നു. അത് ശിർക്കാണെന്ന് കുഫ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നേതാവിനെ വേദനിപ്പിക്കുന്നവരെ വിളിച്ചുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയാ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബി.
അള്ളാന്റെ റസൂൽ അന്ന് ഇവരിങ്ങനെ കൊണ്ട് ആഘോഷിച്ചപ്പോൾ അതിനെ വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷെ അതിനെ വേണ്ട എന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ ഹബീബിനേക്കാൾ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നവരാണെന്ന് ഖുർആന്റെ തെളിവാ. അതുകൊണ്ട് വേണ്ട വേണ്ട നിങ്ങളിങ്ങനെ പരസ്പരം സംസാരിക്കുന്നത് പോലെ, നിങ്ങളുടെ ഉപ്പയോട് ഉമ്മയോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന ആ ഒരു ചിട്ടയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, നബി തങ്ങളെ കുറിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. ഖുർആന്റെ തെളിവാ. ഇന്നിപ്പോ അതൊക്കെ മറന്നുകൊണ്ടല്ലേ മനുഷ്യൻ പോവുക. അങ്ങനെയുള്ള ആളുകൾ ഈ ദുനിയാവിന്റെ പുറത്തുണ്ടെങ്കിൽ അവരോട് സന്ധിയില്ലാ സമരം നമ്മൾ ചെയ്യണം. ഈമാനുള്ള ഒരു വ്യക്തിക്കും അല്ലാഹുവിനെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് ആക്ഷേപിക്കുന്ന ഒരാളുടെ വാക്ക് കേട്ടാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. അവനോടും തന്നെ അവന്റെ മനസ്സുകൊണ്ട് എന്നതിൽ അവന്റെ നാവ് കൊണ്ട് അവൻ അതിനെ എതിർത്തിരിക്കും. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ. ഈമാനുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. എന്തിനേറെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നമ്മുടെ വീടിനപ്പുറത്തുള്ള അബൂബക്കറിനെ കുറിച്ചല്ലേ പറഞ്ഞത്? ലോകത്തിന്റെ നേതാവിന്റെ സഹചാരിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തന്റെ ഉപ്പയും കൂടി അബൂ ഖുഹാഫ അങ്ങനെ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബൂ ഖുഹാഫ അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ ഹബീബിനെ കുറിച്ച് കുറ്റം പറഞ്ഞു, നബിതങ്ങളെ കുറിച്ച് ആക്ഷേപിച്ചു. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയില്ല. കയ്യങ്ങോട്ട് മാറ്റിപ്പിടിച്ച് പിതാവിന്റെ കരുണക്കുറ്റയ്ക്ക് നോക്കി ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുകയാണ്. ആ ഒരടി കണ്ട പാടെ പിതാവ് ബോധരഹിതനായി ഭൂമിയിലേക്ക് വീഴുകയാണ്. ഉടൻ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് പോയിട്ട് പറഞ്ഞ നബിയേ, എന്റെ ഉപ്പ അവിടത്തെ ചീത്ത വിളിച്ചപ്പോ എന്റെ ഉപ്പാന്റെ കവാലത്തീരണം കൊടുത്തു നബിയേ. ലോകത്തിന്റെ തിരിഞ്ഞു നോക്കിയില്ല. കയ്യങ്ങോട്ട് മാറ്റിപ്പിടിച്ച് പിതാവിന്റെ കരുണക്കുറ്റയ്ക്ക് നോക്കി ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുകയാണ്. ആ ഒരടി കണ്ട പാടെ പിതാവ് ബോധരഹിതനായി ഭൂമിയിലേക്ക് വീഴുകയാണ്. ഉടൻ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് പോയിട്ട് പറഞ്ഞ നബിയേ, എന്റെ ഉപ്പ അവിടത്തെ ചീത്ത വിളിച്ചപ്പോ എന്റെ ഉപ്പാന്റെ കവാലത്തീരണം കൊടുത്തു നബിയേ. ലോകത്തിന്റെ നേതാവ് പറഞ്ഞ് പാടില്ല അബൂബക്കറേ, ആ നിന്റെ പിതാവല്ലേ, നിന്നെ ഒരുപാട് സ്നേഹിച്ച ആളല്ലേ, നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളല്ലേ, നിനക്ക് വേണ്ടി ചുടുചുംബനങ്ങൾ നൽകിയിട്ടുള്ള ആളല്ലേ, പിന്നെന്തിനാണ് അബൂബക്കറേ നിന്റെ പിതാവിനെ വേദനിപ്പിച്ചെന്ന് ചോദിക്കുമ്പോ അവിടെ അബൂബക്കർ തങ്ങൾ പറയാൻ അല്ല നബിയേ, അങ്ങനെ അല്ല നബിയേ. ആ സമയത്തെങ്ങാനും എന്റെ അടുക്കൽ നല്ല മൂർച്ചയുള്ളൊരു വാളുണ്ടായിരുന്നെങ്കിൽ അവിടത്തെ കുറിച്ച് എന്റെ ഉപ്പ കുറ്റം പറയുമ്പോ എന്റെ ഉപ്പാന്റെ കഴുത്ത് ഞാൻ അറുത്തു മാറ്റും നബിയേ. ആ സമയത്ത് നല്ല മൂർച്ചയുള്ള ഒരു വാള് എന്റെ അടുക്കലുണ്ടായിരുന്നെങ്കിൽ എന്റെ ഉപ്പാന്റെ കഴുത്ത് ഞാൻ അറുത്തു മാറ്റുമായിരുന്നു. ആരാ പറയുന്ന? സ്വന്തം മകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇന്നിപ്പോ നമ്മളെ കൊണ്ട് കഴിയും. ഇന്നിപ്പോ എന്താ എല്ലാം വിഷയവും. നമ്മുടെ വാപ്പാക്ക് നമ്മുടെ വീട്ടിൽ ചില വീട്ടിൽ മുജാഹിദ് കാണും, സുന്നി കാണും, ഒക്കെ കാണും. അപ്പൊ ഈ വാപ്പാക്ക് എല്ലാ മക്കളെ കൊണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുക? നല്ലൊരു പറഞ്ഞു ഈമാൻ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം അതങ്ങോട്ട് കാട്ടിക്കൊടുക്കുക, സുന്നത്തങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക മക്കൾക്ക്. അത് കേൾക്കുന്ന മക്കളാണ് സ്വാലിഹീങ്ങളായ മക്കൾ. പണ്ടൊരിടത്ത് ഒരു വീട്ടിൽ മുജാഹിദ്, സുന്നി ഒക്കെ ഉള്ള വീട്. അപ്പൊ ഉപ്പാനെടുക്കല് ഈ എല്ലാ മക്കളും ഓരോരോ സൈസാ. അങ്ങനെ ഓരോ മക്കളും ഓരോരോ ചോദ്യം പറഞ്ഞു. ഉപ്പ ഇങ്ങനെ കൈകെട്ടാൻ പാടില്ല, നെഞ്ചത്ത് ഇങ്ങനെ അള്ളാഹു ഇറങ്ങിപ്പോകും, അതുകൊണ്ട് അള്ളാഹ് നമ്മുടെ കൽബിൽ ഇരിക്കൊണ്ട് അള്ളാഹ് ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടണമെന്ന് പറഞ്ഞു.
ഉപ്പാക്കാരെ പഠിപ്പിക്കാൻ പറ്റില്ല. ഉപ്പ ഒരു കാര്യം ചെയ്യുന്നത് അള്ളാഹു സെറ്റപ്പാണ് കയ്യങ്ങിട്ട് എങ്ങനെ കിട്ടിയല്ലോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയിട്ട് ഒന്ന് ഇവിടെ ഒന്ന് വൈകിട്ട് പിന്നെ എന്തില്ല ഒരു കുഴപ്പമില്ല, മക്കളെ കേക്ക് വെച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയൊന്നും അല്ല. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നല്ല ഉന്മേഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി സന്തോഷഭരിതമായി ഇവിടെ ഇരിക്കണം. അതിനകത്ത് കൂലിയുണ്ട്. ചിലപ്പോ ഈ ഒറ്റ ഇരുത്തത്തിന്റെ കാരണം കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക് എത്തുന്നതെങ്കിൽ അത് മതിയല്ലോ നമുക്ക് ഏറ്റവും സന്തോഷമായി. അള്ളാഹുവേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്റെ ഉമ്മമാരെ, അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാറില്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. 3 പെണ്ണുങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുക, ഭയങ്കര രസമുള്ള കാര്യം. അപ്പൊ ഉസ്താദുമാര് പിന്നെ എടുത്തു പറഞ്ഞു, ഈ നമസ്കരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല, കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ച് നമസ്കാരം പാട്ടിലാകുന്നു. അങ്ങനെ 3 പെണ്ണുകൾ വരിവരിക്കുന്ന ആദ്യത്തെ പെണ്ണ് കൈകെട്ടി, രണ്ടാമത്തെ പെണ്ണ് കൈകെട്ടി, മൂന്നാമത്തെ പെണ്ണ് കൈകെട്ടി. ഫാത്തിഹ ഓതിയം കൊണ്ട് വലിയ സെറ്റപ്പായി വന്നപ്പോ അടുക്കളയിൽ പൂച്ച വന്നു കയറി. ആദ്യത്തെ പെണ്ണ് പറഞ്ഞു കൈകെട്ടിക്കോ, എടി അടുക്കളയിൽ പൂച്ച കയറിയെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പെണ്ണ് പറയാം, എടി ഉസ്താദ് പറഞ്ഞില്ലേ നമസ്കാരത്തിൽ മിണ്ടാൻ പാടില്ല എന്ന്. അപ്പോഴേ ഈ മൂന്നാമത്തെ പെണ്ണ് പറയാം, അതുകൊണ്ടല്ലേ അവിടെ ഞാൻ അവിടെ ചുമ്മാ നിൽക്കുകയായിരുന്നു. ഇതാ പെണ്ണുങ്ങൾ. അങ്ങനൊന്നുമല്ല. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ അതിരറ്റ് സ്നേഹിച്ചുള്ള ഒരു മാതൃക നമ്മൾ കാട്ടിക്കൊടുക്കണം. അതാണ് വേണ്ടത്. അബൂ ഖുഹാഫ പിന്നെ എന്തായി? അതിനുശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ് പോലും നിബിതങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ചീത്ത വിളിച്ചപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കഴുത്ത് വെട്ടിക്കളയുമെന്ന് പിന്നാരമവൻ പറഞ്ഞുവെങ്കിൽ ഇന്ന് അതൊക്കെ മാറിയില്ലേ? നാലെന്റെ പ്രിയപ്പെട്ടവരെ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്നേഹിച്ചതുപോലെ, അവിടത്തെ ബഹുമാനിച്ചതുപോലെ, അവിടത്തെ ആദരിച്ചതുപോലെ ഒരാളും ഇന്നേ വരേക്കും നബിതങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അതിന്റെ ഒരൽപ്പം പോലും സ്നേഹിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയമുള്ള യുവാക്കളെ, ഇന്നലെ അവിടുത്തെ വാദനമായപ്പോ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല, അവിടെ കാട്ടാക്കട എന്ന് മാത്രം പറയാം, പിന്നെ ബാക്കിയുള്ള സ്ഥലം പറഞ്ഞു. ആ ഒരു സ്ഥലത്ത് പോയപ്പോ മമ്മൂട്ടിക്ക് ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ചെറുപ്പക്കാരൻ 1001 രൂപ. മമ്മൂട്ടിക്ക് ദീർഘായുസ് കിട്ടാൻ ഞാൻ എന്താ അബ്ദുല്ലാഹിനെ തമ്പുരാനെ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പിന്നെ ഉസ്താദന്മാർക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോ ചില ആളുകളുടെ പേര് മമ്മൂട്ടിയാണ്. അപ്പോ ഞാൻ വിചാരിച്ചു മമ്മൂട്ടി അങ്ങനെ ഞാൻ ചോദിച്ചു, ഈ നാട്ടിലുള്ള ആളല്ല, സിനിമയുടെ മമ്മൂട്ടിയാണ്. ഇത്രയും ഉഷാറാ നമ്മുടെ ചെറുപ്പക്കാർ. ഇവിടെ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അർശിന്റെ തണല് കിട്ടുന്ന യുവാക്കളിൽ പെടുത്തട്ടെ. അല്ല, ഇന്നിപ്പോ അവരുടെ എല്ലാ ചര്യയും പിൻപറ്റി നമ്മളിപ്പം കൊണ്ടുപോകുമ്പോട്ട്, എന്നാൽ അവരുടെ ചര്യയിലേക്ക് പോകുന്ന മുസ്ലിം ചെറുപ്പക്കാര് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉൽ അവ്വലിന്റെ 12ാമത്തെ ദിവസത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല ഉപദേശം മമ്മൂട്ടിയല്ല, മോഹൻലാലല്ല, സുരേഷ് ഗോപിയല്ല, ഇവരാരുമല്ല നമ്മുടെ മാതൃക. നമുക്കുള്ള മാതൃക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ്, ഒരിക്കലും മാഞ്ഞു പോകാത്ത സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുള്ള മദീനത്തെ പൊന്നോമന മലരായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്കിനെയാണ് നമ്മൾ പിൻപറ്റുക. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സന്ധ്യ സമയമായി കഴിയുമ്പോ സീരിയലിന്റെയും സിനിമയുടെയും മുമ്പിൽ പോയിരുന്നുകൊണ്ട് അതിനകത്ത് കാണുന്ന വേഷവിധാനങ്ങൾ മേടിച്ചുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത വേഷത്തിൽ നിങ്ങൾ ഈ ദുനിയാവിന്റെ പുറത്തു കൂടിയിട്ട് സഞ്ചരിക്കുമ്പോ ആ സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹുവേ, ഈ സിനിമ നടിയോ ഈ സീരിയൽ നടിയോ നാളെ മഹ്ശറയാകുന്ന കോടതിയിലേക്ക് വരുന്നില്ല അല്ലാഹ്. അവിടെ കടന്നു വരുന്നത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമായിരിക്കുമല്ലോ. അതുകൊണ്ട് അവരുടെ വേഷവിധാനം എനിക്ക് വേണ്ട, അവരുടെ ആഡംബരം എനിക്ക് വേണ്ട, അവരുടെ ഒരു വിട്ടുകെട്ട ഒരു കോമാളിത്തവും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെ പാത മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഇതും ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കുന്നതിന്റെ കാരണമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചു പോയാൽ നാളെ ലോകത്തിന്റെ നേതാവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അതെല്ലാം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വേഷവിധാനങ്ങളും അവരുടെ എല്ലാവിധമായ
കൃത്യമായിട്ടുള്ള ചര്യം പിൻപറ്റിക്കൊണ്ട് ജീവിച്ചാൽ അവരെവിടേക്കാണ് പോവുക? അവിടേക്കായിരിക്കും പോവുകയെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നബി തങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കണം. മക്കളെക്കാൾ, ഭാര്യയെക്കാൾ അവിടുത്തെ വാക്ക് നമ്മൾ കേൾക്കുകയും നമ്മുടെ ഭാര്യയുടെ വാക്കിനേക്കാൾ, നമ്മുടെ മക്കളുടെ വാക്കിനേക്കാളൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കിനെ അംഗീകരിക്കുകയും അവിടുത്തെ ചര്യകൾ പിൻപറ്റുകയും ചെയ്യണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതല്ലാതെ വേറെ ആരെന്ത് പറഞ്ഞാലും, എന്ത് വിഡ്ഢിത്തരം പറഞ്ഞാലും അതിനകത്ത് ചെവി കൊടുക്കാൻ നമ്മൾ പോകണ്ട. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നെങ്കിൽ, നിബിതങ്ങളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ സ്നേഹം കടല് പോലെ ഒഴുകുന്നതാണ്. ഇന്നിപ്പോ ഭാര്യയെക്കാൾ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ നാക്കുകൊണ്ടുണ്ടെന്ന് പറയാൻ നമുക്കൊന്ന് സാധിക്കും. പക്ഷേ നമ്മുടെ നാക്കുകൊണ്ട് നല്ലതുപോലെ പറഞ്ഞാലും നമ്മുടെ മനസ്സുകൊണ്ട് എന്റെ നബിയോടാണ് സ്നേഹമെന്ന് പറയാ എനിക്കോ നിനക്കോ കഴിയോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. നിങ്ങൾക്കറിയണോ, നബിതങ്ങളെ സ്നേഹിക്കുന്ന ക്രൈസ്തവരായ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇങ്ങനെ ഉള്ളവരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ വഫാത്തായിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോ ഒരു ക്രൈസ്തവ സഹോദരൻ ഓടി വരികയാണ്. എവിടേക്കാണ് ഓടി വരുന്നതെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സദസ്സിലേക്ക് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സദസ്സിലേക്ക്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഓടി വരികയാണ്. വന്നുകൊണ്ട് പറയുന്നു, മിൻകും മുഹമ്മദ് യാ ഇഖ്വാ, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി ആരാ? അവർ എല്ലാവരും ഒരുപോലെ കരയാൻ തുടങ്ങുകയാണ്. ഈ ക്രൈസ്തവ സഹോദരൻ ചോദിച്ചു, അല്ല, മുഹമ്മദ് നബി ആരാണെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാണ് വേദനപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് സയ്യിദുനാ അബൂബക്കർ തങ്ങൾ പറയുകയാണ്, വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളിവിടെ കൂടിയിരുന്നു കൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ മധുഹ പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കണ്ണുനീർ ഒലിപ്പിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് നമ്മളെ കരയിപ്പിക്കാൻ വന്നത്? ഈ ക്രൈസ്തവ സഹോദരൻ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നതല്ല, ഞാൻ നിങ്ങളെ വിഷമപ്പെടുത്താൻ കടന്നു വന്നതല്ല, ഞാൻ നിങ്ങളെ നോവിക്കാൻ കടന്നു വന്നതല്ല, നിങ്ങളുടെ പ്രവാചകനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കടന്നു വന്നതാണ്. അതിനുള്ള അവസരം ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറയുകയാണ്, ഉന്നാര പൂമൂത്ത് കാനബി പോയി മറഞ്ഞല്ലോ കാറ്റൽ നബി, കരഞ്ഞു താളരുന്ന പുണ്യ സ്വഭാവത്തും മരങ്ങാര ആയ തണി, അബൂബക്കർ തങ്ങൾ തേങ്ങിടുന്നു, കണ്ണീര് ചാലിട്ടൊഴുകിടുന്നു, കരയുന്നു എല്ലാ സ്വഹാബത്തുമേ, കണ്ണീര് താരെ ഒഴുകിടുന്നേ. എന്തിനാണ് അബൂബക്കറെ അവിടെ നിന്ന് വല്ലാണ്ട് കരയുന്നത്? എന്തിനാ? നിങ്ങൾ കരയുന്നതിനെ കുറിച്ചൊന്ന് പറയുമോ അബൂബക്കറെ? ആ സമയത്ത് പറഞ്ഞു, അല്ലയോ സഹോദരാ, ലോകത്തിന്റെ നേതാവ് വഫാത്തായി ഇന്ന് 3 ദിവസം മാത്രമാണ് ആയിട്ടുള്ളത്. ആ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാ, നബിതങ്ങളുടെ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് സവിസ്തരം നമ്മൾ ഇങ്ങനെ പരസ്പരം പറയുകയാണ്. ഈ സമയത്താണ് നിങ്ങൾ വന്നത്, ഈ സമയത്താണ് വന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. അത് കേട്ടപ്പോ അറിയാതെ കരഞ്ഞതാ, അറിയാതെ കണ്ണുനീര് വന്നതാ. ആ സമയത്ത് അവിടെ നിന്ന് ചോദിച്ചു, എന്നാ ശരി, എന്നാൽ ലോകത്തിന്റെ നേതാവ് ധരിച്ചിരുന്ന നിങ്ങളുടെ നേതാവ് മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തി
അബദ്ധം ധരിച്ചിരുന്ന കമീസെങ്കിലും ഒന്ന് കിട്ടാൻ നല്ല വഴിയുമുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അവിടെ കൊണ്ടുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഈ ഉള്ള ചരിത്രം സുദീർഘമാണ്, ചുരുക്കി പറയുകയാണ്. സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സൽമാനെ, ലോകത്തിന്റെ പുന്നാര മകള് ഫാത്തിമ വീട്ടിന്റെ വട്ടത്തിലുണ്ട്, അവിടേക്ക് ചെന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ കമീസം മേടിച്ചുകൊണ്ട് വരുമോ? സൽമാൻ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്നിട്ട് അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ്, ലോകത്തിന്റെ നേതാവിന്റെ പൊന്നാര മക്കളെ, അവിടുന്ന് നല്ലതുപോലെ സ്വലാത്തുകൾ ചൊല്ലുകയാണ്. അവിടുന്ന് നല്ലതുപോലെ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് വിളിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ കത്തത്തിൽ കൊണ്ട് ചോദിക്കുകയാണ്, ആരാ ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്നത്? എന്റെ ഉപ്പയും വഫാത്തായിട്ട് 3 ദിവസമാണല്ലോ. ആ നബിതങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോ, ആ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ സമയത്ത് ഞങ്ങളെ കരയിപ്പിക്കാൻ കടന്നു വന്നതാരാണ്? ഈ മനുഷ്യൻ പറഞ്ഞ ഫാത്തിമ അന സൽമാൻ, ഞാൻ സൽമാനാണ് ഫാത്തിമ, ലോകത്തിന്റെ നേതാവിന്റെ ഖമീസ് ഒന്ന് തരുമോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, ശരിയെന്നാ ലോകത്തിന്റെ നേതാവിന്റെ ഖമീസ് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിന്റെ അറ്റത്തിലേക്ക് ഫാത്തിമ ബീവി ഓടിപ്പോയി. ഹബീബിന്റെ ഖമീസ് എടുക്കുന്നു, മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തുരുതുരാ ചുംബനം കൊടുത്തുകൊണ്ട് വെട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി വല്ലാണ്ട് കരഞ്ഞുകൊണ്ട് ആ കമീസുമായി സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. സൽമാൻ റളിയല്ലാഹു തആല അത് മേടിച്ചുകൊണ്ട് തുരുതുരാ ചുംബനം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ നബിയെ ഓർത്തുകൊണ്ടതാ ചൊല്ലുകയാണ്. അബൂബക്കർ തങ്ങൾ ഇരിക്കുന്ന ആ ക്രൈസ്തവ സഹോദരൻ ഇരിക്കുന്ന സദസ്സിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ കൊണ്ട് കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ഖമീസ് അങ്ങ് മേടിച്ചുകൊണ്ട് തുരുതുരാ ചുംബനം കൊടുത്തുകൊണ്ട് മാറോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നബിയേ, അവിടെ നിന്നില്ലാത്ത ഈ ഖമീസ് എന്ന് കാണുമ്പോ എന്റെ മനസ്സ് വല്ലാതെ പിടയുകയാണ് നബിയേ, എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് നബിയേ. അവിടത്തെയോടൊത്തുള്ള ജീവിതമാണല്ലോ എന്റെ മനസ്സിന്റെ പ്രാധാന്യം, അവിടത്തെയോടുള്ള ജീവിതമാണല്ലോ എന്റെ സ്വർഗത്തിന്റെ പ്രാധാന്യം, അവിടത്തെയോടുള്ള വാക്കുകളാണല്ലോ എന്റെ സ്വർഗത്തിന്റെ മാഹാത്മ്യം. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങനെ കാണുന്നില്ലേ നബിയേ, ഈ അബൂബക്കറിന്റെ കണ്ണുനീര് കാണുന്നില്ലേ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കണ്ണുനീരോട് തുരുതുരാ ചുംബനം കൊടുത്തുകൊണ്ട് എല്ലാ സ്വഭാവത്തും ഒരുപോലെ ചുംബനം കൊടുത്തുകൊണ്ട് അവസാന സമയത്ത് ആ ക്രൈസ്തവ സഹോദരന്റെ കയ്യിലേക്ക് ആ കമീസ് കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കമീസ് അങ്ങ് മേടിച്ചിട്ട് ആ ക്രൈസ്തവ സഹോദരൻ പറയുകയാണ്, ഇതിനുള്ള സുഗന്ധം എത്രയോ പവറുള്ളതാ, സൂക്ഷിച്ചൊരാൾ വന്നെന്നതാൽ ഇതു നല്ലതാ, കണ്ണീർ കണങ്ങൾ ആരിലും വീഴുന്നതാ, മനസ്സിന്റെ മേഘം ഇന്നിതാ കാണുന്നതാ. വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഹോദരൻ അവിടെ ആ കമീസ് മേടിച്ചുകൊണ്ട് തുരുതുരാ ചുംബനം കൊടുത്തുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചില്ലേ? ഒരുപാട് ആളുകൾ വഫാത്തായിട്ട് പോലും ലോകത്തിന്റെ നേതാവിന്റെ ഖമീസിന് ഒന്ന് കണ്ടുപാട് ഇസ്ലാമം സ്വീകരിച്ചവരില്ലേ? എന്തിനേറെ ഇന്ന് മദ്ഹുർ റസൂൽ പ്രഭാഷണമാണല്ലോ. ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ചുകൊണ്ട് മദീനയുടെ മണൽപ്പരപ്പിൽ 10 വയസ്സുള്ള പൊന്നുമോ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. ആ പൊന്നുമോന്റെ അവസ്ഥ എങ്ങനെയാണെന്നറിയോ? 2 കാലം തളർന്നതാ. നടന്നുകൊണ്ട് മദീനയിലേക്ക് പോകാൻ കഴിയില്ല. നടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയാൻ കഴിയില്ല. അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു, വീട്ടിന്റെ അകത്തട്ടിൽ കിടന്നുകൊണ്ട്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് എന്റെ റസൂലിന്റെ റൗളന്റെ അടുക്കലേക്ക് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് നടക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാ. എന്റെ കാലുകൊണ്ട് സാധിക്കുന്നില്ലല്ലോ അല്ലാ. എങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് പോവുക? എന്റെ മുട്ടിന് താപ്പോട്ട് അല്ലാഹു തആല തളർത്തിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് വീട്ടിന്റെ അകത്തട്ടിൽ കിടക്കുമ്പോ ആ പൊന്നുമോനെ കുഴങ്ങാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 15 കോടി കിലോമീറ്ററുകൾ നിൽക്കുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, ആ ചൂടേറ്റ് പഴുത്ത് കിടക്കുന്ന മണൽപ്പരപ്പിലൂടെ ആ 10 വയസ്സുള്ള പൊന്നുമോൻ ഇഴയാൻ തുടങ്ങുകയാണ്. കാലിന് സ്വാധീനമില്ലല്ലോ. ഇഴയുമ്പോ ആ മണൽപ്പരപ്പിന്റെ ചൂട് കൊണ്ട് തന്റെ കാലുകളുടെ തോലങ്ങിളകി മാറുന്നു. ചുടുചോരേതാ ഒലിക്കുന്നു. കരയുന്ന പൊന്നുമോനെ തളർന്നുകൊണ്ട് കണ്ണുനീരോടെ ഒരിടത്തിരുന്നു കൊണ്ട് പറയുന്നു, നബിയേ, എന്റെ കാല് മുറിഞ്ഞു നബിയേ. ഇതിലൂടെ ചുടുചോര ചാലിട്ടൊഴിക്കുകയാണ്. എന്റെ റസൂലായ നബിയേ, അവിടത്തെ അരികിലേക്ക് എനിക്കൊന്ന് വരണമെന്ന് കൊതിയുണ്ട്. എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട് നബിയേ. ഇനി എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വരാൻ സാധിക്കില്ല. കാരണം എനിക്ക് ഇനി ഒട്ടും തന്നെ ഇടയാൻ കഴിയില്ല. എന്റെ കാല് മുറിഞ്ഞപ്പോ മണലിന്റെ പരപ്പുകൾ കയറിക്കൊണ്ട് വേദനിക്കുന്നയാ എന്ന് പറഞ്ഞുകൊണ്ടാ പൊന്നുമകൻ ഇരിക്കുമ്പോ മദീനത്തെ സുന്ദരമായ കാറ്റടിച്ച് വീശുകയാണ്. അവിടത്തെ പരിമളം അടിച്ച് വീശുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഉറക്ക സ്വലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ലോകത്തിന്റെ നേതാവിന് 1000 സലാത്തും സലാമും. അവിടെ ഇരുന്നു കൊണ്ട് 2 വയസ്സുള്ള പൊന്നുമോ ഉറക്ക വിളിച്ച് ചൊല്ലി അറിയാതെ ഉറങ്ങിപ്പോയി. ആ സ്വപ്നത്തിൽ കടന്നു വരുന്നത് ആരെന്നറിയോ? ഇന്നതാ നമ്മളൊക്കെ കൊതിക്കുന്ന, ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടി സുദിനത്തിന്റെ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ സ്വപ്നത്തിൽ കടന്നു വന്നുകൊണ്ട് 10 വയസ്സുള്ള പൊന്നുമോനോട് പറയാ, പൊന്നുമോനെ, നീ കരയണ്ടടാ, പേടിക്കണ്ടടാ, നീ ദുഃഖിക്കണ്ട. നിന്റെ സുഖം അല്ലാഹു തആല ശിഫ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമോനോട് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ നിന്ന് മാഞ്ഞുപോയി. ഞെട്ടി ഉണർന്ന 10 വയസ്സുള്ള പൊന്നുമോ വീണ്ടും നല്ല ചുറുചുറുപ്പോടെ മദീനയിലേക്ക് ഓടുകയാണ്. ഓ റൗദാ ശരീഫിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുടുചുംബനങ്ങൾ കൊടുത്തുകൊണ്ട്, നബിയേ, എനിക്കറിവ് വെച്ചിട്ടുള്ള പ്രായം മുതൽ എന്റെ ഉപ്പ പറയുമ്പോ, എന്റെ ഉമ്മ പറയുമ്പോ എനിക്കും ഇവിടേക്കൊക്കെ വരണമെന്ന് കൊതിയുണ്ടായിരുന്നു. അവിടത്തെ റൗള ഒന്ന് കാണോ, എന്റെ മനസ്സിന് വല്ലാത്ത കൊതിയുണ്ട് നബിയേ. പുന്നാര പൂമൂത്ത റസൂലേ, കാണാൻ കൊതിയായി എന്റെ മനസ്സ്, കാണാനും കണ്ടു സലാമും പറയാനും മനസ്സിൽ കൊതിയായി, എന്നും മായാത്ത നിലയായി. അല്ലാഹുവിന്റെ നബിയേ, സമാധാനമായി
ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എനിക്കൊരു ജീവിതം വേണ്ട നബിയേ, ഇവിടെ കിടന്ന് തന്നെ എനിക്ക് മരിക്കണം നബിയേ, അവിടത്തെയോടൊപ്പം എനിക്കും ചേർന്ന് കിടക്കണം നബിയേ. ആ 10 വയസ്സുള്ള പൊന്നുമോന്റെ ആഗ്രഹം നമുക്കൊന്നുണ്ടോ? ആ നബി തങ്ങളുടെ പേരക്കുന്ന സ്വലാത്ത് ചൊല്ലാ എനിക്കും നിനക്കും സമയമുണ്ടോ? എന്നാൽ ഇന്ന് എന്നെയും നിന്നെയും നാക്കുകൊണ്ട് അനാവശ്യങ്ങൾ പറയാനും ആഭാസനങ്ങൾ പറയാനും മനുഷ്യന്റെ പച്ചമാംസങ്ങൾ കുത്തിവലിക്കാൻ ഇന്നൊരുപാട് സമയമില്ലേ? എന്നാൽ അതിന്റെയൊക്കെ ഒരു സെക്കൻഡ് ഒന്ന് മാറ്റി വെച്ചിട്ട് ലോകത്തിന്റെ നേതാവിന്റെ പേർക്ക് റബീഉൽ അവ്വലല്ലേ, ഒരു 10 സ്വലാത്ത് ചൊല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലാ ഇന്ന് നമ്മുടെ മനസ്സിന് അനുവാദം നമ്മൾ കൊടുക്കുന്നു. ചിന്തിച്ചു നോക്കന്റെ മരിക്കുന്നവരെ ഇന്ന് എത്ര പേരാണ് നല്ല രീതിയിൽ സ്വലാത്തിന്റെ മന്ത്രങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിലേക്ക് വിട്ടിട്ടുള്ളത്? പ്രിയപ്പെട്ട സഹോദര, റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ മൈക്കസെറ്റെടുത്ത് വെച്ച് കെട്ടിയിട്ട് പാട്ട് മാത്രം പാടിയിട്ട് കാര്യമില്ല. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇതേപോലെ മരിക്കുന്ന ചെറുപ്പക്കാർ സംഘടിപ്പിച്ചതുപോലെ ലോകത്തിന്റെ നേതാവിനെ കുറിച്ചുള്ള മധുപ്രഭാഷണം വെക്കുമ്പോ അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഏറ്റവും നല്ലൊരു മൗലികായിട്ട് മാറിയില്ലേ? ഇതൊക്കെയാണ് വേണ്ടത്. എന്നാൽ ഇന്നിപ്പോ കഴിയാവരത്തും ഇവിടേക്ക് ഞാൻ എത്തുന്നതിന് തൊട്ട് മുമ്പായി എല്ലാ സ്ഥലങ്ങളിലും ബോക്സ് എടുത്ത് വെച്ചുകൊണ്ട് പാട്ടുകൾ മാത്രം ഇട്ടുകൊണ്ട് സിനിമാ പാട്ടുകൾ ഇട്ടുകൊണ്ട് വെക്കുമ്പോ എത്രയോ അധപ്പതനത്തിന്റെ കിടാവിളക്കിന്റെ പടുകൊടിയിലേക്ക് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ മരുതിക്കുന്ന ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് 10 വാക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിനീതനെ ബന്ധപ്പെടുമ്പോ എന്റെ എല്ലാം മാറ്റിവെച്ചിട്ട് ഇന്നത്തെ വിഷയം സുരലോകമെന്നുള്ള വിഷയം മാറ്റിവെച്ച് ലോകത്തിന്റെ നേതാവിന്റെ മതപതെന്ന് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടുകൂടി കടന്നു വന്നതാണ്. ശാരീരികമായിട്ട് സുഖമില്ല എങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വരുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അസുഖം മാറിയാൽ അത് ഏറ്റവും നല്ല സന്തോഷമല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെക്കാരും നമ്മുടെ ഭാര്യയെക്കാരും ഒക്കെ മുഴുവൻ ആളുകളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യയെക്കാൾ, സഹോദരങ്ങളെക്കാളൊക്കെ ഹബീബായ നബിയെ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ സ്നേഹിക്കുന്നവരെ സദസ്സിലുണ്ടെന്ന് ഉറക്ക സ്വലാത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കണം. ഈ ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ഒരു ഇതുപോലും നമുക്കൊന്നില്ല എങ്കിൽ ആ കുട്ടി ഇടങ്ങി പോകുമ്പോ അല്ലാമ ബഹുമാനപ്പെട്ട ജുബൈർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മോനെ എന്താ നീ ഇങ്ങനെ ചൊല്ലുന്ന, എന്തോ നിന്റെ നാക്കിൽ പറയുന്നുണ്ടല്ലോ? അവിടെന്ന് പറഞ്ഞു, അല്ലയോ ജുബൈറെ, ഞാൻ ചൊല്ലുന്നത് സ്വലാത്താണ്, അല്ലാതെ എന്റെ നാക്കുകൊണ്ട് ഒരാളെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ കുറ്റവും പറഞ്ഞിട്ടില്ല, ആവാസനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറയുന്നത്, ഞാൻ ചൊല്ലുന്നത് അത് മദീനത്ത് കിടക്കുന്ന ലോകത്തിന്റെ നേതാവിന്റെ പേരക്കുള്ള ഒറ്റ സ്വലാത്താണ്, അല്ലാതെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇന്നിപ്പോ നമ്മളെ കൊണ്ട് പറ്റുമോ? സ്വലാത്ത് മാത്രം ചൊല്ലിക്കൊണ്ട് ജീവിതം മുന്നോട്ട് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അതേസമയം എന്റെ ഉമ്മമാരെ, ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാകുന്ന സീൻ കണ്ടിട്ട് അതിന്റെ കഥകൾ പറയാനും കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കാനും സമയമുണ്ടെങ്കിൽ ഇതിന്റെ ഒരല്പസമയം ഒന്ന് മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതെങ്കിൽ ഒരു 10 സ്വലാത്ത് ദിവസവും ങ്ങൾക്കൊന്ന് കൊടുത്തുകൂടെ? അങ്ങനെ ചൊല്ലുന്ന മനുഷ്യ അന അഖബലു റൂഹു കമാ അഖബലു അർവാഹൽ അംബിയാ, അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ അവന്റെ റൂഹ് ഞാൻ പിടിക്കുമെന്ന് ഖാബിൽ അർവാഹ് മലക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ നബി തങ്ങളുടെ പേർക്ക് ഒരു ദിവസം 1000 ചെല്ലാൻ പറഞ്ഞില്ല, 20,000 ചെല്ലാൻ പറഞ്ഞില്ല, വെറും 10 സ്വലാത്ത് ചൊല്ലിയാൽ ആ 10 സ്വലാത്തിലൂടെ അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെയായിരിക്കും. എന്തിനേറെ അംബിയാക്കളുടെ റൂഹിന്റെ കാര്യം പറയുമ്പോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഈ ചൊല്ലുന്ന സ്വലാത്തിലൂടെ തന്നെ നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകണം. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പിടിച്ചപ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, അസ്റഫുൽ ഖൽഖിൽ ഫാത്തിന്റെ നേരത്ത് അരുളും സമാവത്തും പൊട്ടിക്കരഞ്ഞല്ലോ, ആരംഭ പൂവിന്റെ ആലും നീല കണ്ട ആലും സ്വഹാബത്തും ദുഃഖിച്ചിരുപ്പല്ലോ, മുത്തായ തങ്ങൾ കടർന്നു കിടക്കുന്നു, മുത്തുമുൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു, ഏറ്റം വിഷാദത്താലുപ്പായെ നോക്കുന്നു, ഏറെ പരിചരിച്ചെല്ലാവരും നിൽക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൂഹ് പിടിക്കുമ്പോ അവിടെ പറഞ്ഞ ഇസ്രായീലേ, അല്ലാഹുമ്മ ഇന്നലാ മുഹമ്മദ്, എന്റെ റൂഹിനെ പിടിക്കുമ്പോ ഒന്ന് മയമാക്കണേ ഇസ്രായീലേ. ഇതെന്ത് വേദനയാ, ഇതെന്ത് പ്രയാസമാ. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നേതൃ പോലും അല്ലാഹുവിന്റെ റസൂല് പോലും വേദന എടുത്തുകൊണ്ട് വിടഞ്ഞു പോയെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ പറയണോ? കല്ല് കുടിച്ചുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് ജീവിക്കുന്ന മനുഷ്യ, ആളുകളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് അവന്റെ പച്ചമാംസങ്ങൾ കുത്തിവലിച്ചുകൊണ്ട് ദുനിയാവിന്റെ വൃത്തികേടിന്റെ പലകുഴിയിലേക്ക് വീണു പോകുന്ന മനുഷ്യ, എങ്ങനെയാ എന്റെയും നിങ്ങളുടെയും റൂഹിനെ അല്ലാഹു തആല പിടിക്കുകയെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അമ്പിയാക്കളുടെ റൂഹിനെ പിടിച്ചതുപോലെ എങ്കിലും നമ്മുടെ റൂഹിനെ പിടിക്കണമെങ്കിൽ യാ റസൂലല്ലാഹ് മൻ സല്ലല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ അന അഖ്ബിദു റൂഹഹു കമാ അഖ്ബിദു അർവാഹൽ അംബിയാ. അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുമെന്നാണ് പറയുക. എങ്ങനെയാ റസൂലുള്ളാഹിന്റെ പേർക്കുന്ന സ്വലാത്തുകൾ ചൊല്ലാതിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ചൊല്ലാതിരിക്കാൻ കഴിയുക? ബഹുമാനപ്പെട്ട അല്ലാഹു തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ 4 മലക്കിനെ വിളിക്കുകയാണ്. ഈ ലോകം അടിച്ചങ്ങ് തരിപ്പണമാക്കി, കല്ലാ ഇദാ ദുഃഖത്തിൽ ഈ ഭൂമി അല്ലാഹു തആല തകർത്തങ്ങ് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്, അടിച്ചുടച്ച് പൊടി ഭസ്മമാക്കിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഭൂമി ലോകത്തേക്ക് 4 മലക്കിനെ അല്ലാഹു തആല പറഞ്ഞു വിടുന്നു. ആ 4 മലക്കിൽപ്പെട്ട 4 പേര്, ഒന്ന് ജിബ്രീലാണ്, 2 മീകാഈലാണ്, 3 ഇസ്രാഫീലാണ്, 4 അസ്റാഈലാണ്. ഇങ്ങനെയുള്ള 4 മലക്കിനെയും അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്തിനാ പറഞ്ഞു വിടുന്ന എന്നറിയോ? മദീനത്ത് കിടക്കുന്ന മനസ്സിന്റെ മാണിക്കക്കല്ലേ മുഹമ്മദ് മുസ്തഫ, ആ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് വരാനാണ് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനെയാണ് ആദ്യം വിളിച്ചുകൊണ്ട് വരിക. ആ നബി തങ്ങളെ വിളിക്കാൻ 4 മലക്കും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരികയാണ്. അവർ വന്നുകൊണ്ട് നോക്കുമ്പോ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. നബി തങ്ങളുടെ റൗള കാണില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കാണുന്നില്ല. അവിടെ ചോദിക്കുകയാണ്, റബ്ബേ ഈ ഭൂമിയിൽ നമ്മൾ നിൽക്കുകയാണ്, എവിടെയാണ് റസൂലുള്ളാഹിന്റെ റൗള? ഒന്ന് കാട്ടിത്താ അല്ലാഹ്. അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു, മലക്കുകളെ, ആ ദുനിയാവിൽ ആ പ്രകാശം കാണുന്ന സ്ഥലമില്ലേ, അതാണ് എന്റെ ഹബീബിന്റെ റൗള, അതാണ് എന്റെ റസൂലിന്റെ റൗള. അവിടെ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഓർഡറുമായിട്ട് മലക്കുകൾ വന്നുകൊണ്ട് 4 പേരും 4 ഭാഗത്ത് നിൽക്കുകയാണ്. മീകാഈൽ പറയും, അസ്റായീലേ, നിങ്ങളാണല്ലോ റസൂലുള്ളാഹിന്റെ റൂഹ് പിടിച്ചത്, അതുകൊണ്ട് നിങ്ങൾ നബി തങ്ങളെ വിളിക്കണേ.
അവിടെന്ന് പറയുന്നു, ഞാൻ നബിതങ്ങളെ വിളിക്കൂല, എനിക്ക് നാണമാകുന്നു, ലജ്ജയാകുന്നു, എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. അതുകൊണ്ട് ഇസ്രാഫീലേ, നിങ്ങളാണല്ലോ സൂറന്ന കാഹളത്തിൽ ഓതുക, അതുകൊണ്ട് നിങ്ങൾ തന്നെ വിളിക്കണമെന്ന് പറയുമ്പോ ഞാനും നബിതങ്ങളെ വിളിക്കില്ല. അവിടുന്ന് എല്ലാ മലക്കിനോടും പറഞ്ഞു. അവസാനം മൂന്നാമതായിട്ട് എല്ലാവരും കൂടി ഏകോപിച്ച് ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ജിബ്രീൽ, ദുനിയാവിന്റെ പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്നപ്പോ, ഹിറായിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നപ്പോ, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വചനം ആദ്യമായി കൊണ്ടുകൊടുത്തത് അവിടെ നിന്നാണല്ലോ. അതിനുശേഷം അങ്ങോട്ട് സദാസമയത്തും അങ്ങ് മാത്രമാണല്ലോ ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ജിബ്രീലേ, അല്ലാഹുവിന്റെ നബിയെ വിളിക്കൂ ജിബ്രീലേ. അവിടുന്ന് ജിബ്രീൽ വിളിക്കാൻ തുടങ്ങുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖും ബിഇദ്നില്ലാഹ്. ആ സമയത്ത് ഖബറദാ പൊട്ടിപ്പിളരുകയാണ്. ഖബറങ്ങോട്ട് പൊട്ടിപ്പിളർന്നിട്ട് ലോകത്തിന്റെ നേതാവ് തലയിൽ നിന്ന് മണ്ണെല്ലാം തട്ടിക്കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരികയാണ്. വന്ന പാടെ മലപോൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുടകൾ ലോകത്തിന്റെ നേതാവിന്റെ കരങ്ങളിലേക്ക് അങ്ങ് വെച്ചു നീട്ടുമ്പോ നബിതങ്ങളത് വേടിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നു, ഐനൽ അലി, ഐനൽ ഉമർ, ഐന അബൂബക്കർ, എവിടെയാണ് എന്റെ അബൂബക്കർ, എവിടെയാണ് എന്റെ ഉസ്മാൻ, എവിടെയാണ് എന്റെ തൽഹത്ത്, എവിടെയാണ് എന്റെ കരളിന്റെ കലക്കമായ ഫാത്തിമ, അവരൊക്കെ എവിടെയാ? ഐന ഉമ്മ, എന്റെ ഉമ്മത്തെവിടെ, എന്റെ ഉമ്മത്തെവിടെ എന്ന് ലോകത്തിന്റെ നേതാവ് ചോദിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ വസ്ത്രം മേടിക്കാതെ ആദ്യം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത് ആരെയെന്നറിയോ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന മരിക്കുന്നകാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്നെയും നിങ്ങളെയുമാണ് ലോകത്തിന്റെ നേതാവ് ആ സമയത്ത് ചോദിക്കുക. അല്ലാതെ സ്വർഗത്തിന്റെ ആഡംബരത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള റസൂൽ അല്ലാഹുവിന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ കഴിയുമോ? എന്റെ വിധങ്ങൾ ചോദിക്കുന്നു, എന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലിയ എന്റെ ഉമ്മത്തെവിടെ? ഞാൻ മദീന റൗളാ ശരീഫിന്റെ കട്ടത്തില് ഞാൻ മയങ്ങിക്കിടന്നപ്പോ ഉറങ്ങി എന്ന് പറഞ്ഞില്ല. ഞാൻ മയങ്ങിക്കിടന്നപ്പോ എന്റെ പേർക്ക് ഒരുപാട് സ്വലാത്തും സലാമും ചൊല്ലിയ എന്റെ ഉമ്മത്തെവിടെ എന്ന് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു ചോദിക്കുമ്പോ, അവിടത്തേക്കൊന്ന് പോകണ്ടേ മരിക്കുന്നകാരെ, അവിടത്തേക്കൊന്ന് ചെല്ലണ്ടേ മരിക്കുന്നകാരെ, അതിന് വേറെ ഒരു മരുന്നും വേണ്ട. അസ്സലാത്തു അലയ്യ, ലോകത്തിന്റെ നേതാവിന്റെ പേർക്കുള്ള സ്വലാത്ത് മതി. ആ ഒരു സ്വലാത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നോ? ഷഫീഉൽ വലാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹ്ശറയിലെ കൊണ്ടുവരുമ്പോഴും അതിനു മുമ്പ് ആദ്യമായി നബിതങ്ങളെ വിളിച്ചുകൊണ്ടുവരുമ്പോഴും ആ സമയത്തൊക്കെ ചോദിക്കുന്നത് എന്റെ ഉമ്മത്തെവിടെയാണ്? അത്ര സ്നേഹമാണ് ലോകത്തിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിനോട്. ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ ഇരിക്കുന്നത് തന്നെ കുറച്ചു സമയം വൈകിയാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഒരു ഇരുട്ടും തന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ കിടന്നുകൊണ്ട് കാണുമ്പോ എന്തൊരു സന്തോഷമാണ്. ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കാൻ മാലാഖമാരില്ലേ മരിക്കുന്നകാർ എത്ര ആളുകൾ ഇവിടെ ഒരുമിച്ചു കൂടി. എന്റെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് ഉമ്മമാരും
ആണുങ്ങളൊക്കെ ഒരുമിച്ചുകൂടി. ഇവരൊക്കെ അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേര് സഹിതം നമ്മുടെ ഫോട്ടോ സഹിതം അവിടെ കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ നബി തങ്ങൾ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവിന്റെ മദഹ് പാടുമ്പോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കണം. നല്ലതുപോലെ നമ്മൾ എഴുതണം പാട്ടുകൾ. എന്നപ്പോൾ പാട്ട് പാടുന്ന കുറ്റമാണ്. ഞാൻ എന്താ കുറെ പാട്ട് പാടി, കാരണം എന്താ, നമ്മുടെ കിതാബുകൾ സുബ്ഹാനല്ലാഹി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ അന്ത ഉമ്മുൻ അമ്മബുൻ മറഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക യാ സയ്യിദി ഖൈറൻ നബി അന്ത തത്ലു തലഅയത്തുലാണ് ഫിഇൽ. നമ്മുടെ എല്ലാ കിതാബില് അന്ത തത്ലു എന്നാണ് കിടക്കുന്നത്. തത്ലു അല്ല, തത്ലു ആണ്. അന്ത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദുർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ഇതൊരു പദ്യമാണ്. ഇതും അല്ലാഹുവിന്റെ റസൂലിനെ പ്രേരിപ്പിക്കുന്നതാണ്. ഈ പദ്യമൊക്കെ നബി തങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഓരോരുത്തർ വിളിച്ചു പറയുമ്പോ ഖുലൂ തക്ബീർ പറയുമ്പോ ഇവിടെ ഇതിന് വേണ്ടി ഒരുങ്ങിയപ്പോ തന്നെ ഈ പ്രഭാഷണ വേദി ഇവിടെ ചെറുപ്പക്കാർ സംഘടിപ്പിച്ചപ്പോൾ തന്നെ അള്ളാന്റെ ഹബീബിന് വലിയ ഇഷ്ടമായി കാണും എന്ന് മാത്രമാണ് നമുക്ക് ഒരുങ്ങി വാങ്ങുന്നത്. നിബിധങ്ങളെ നിങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇരുന്ന് ഇതിപ്പോ കഴിയില്ലെന്ന് പോവല്ലോ, ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്നതിൽ നമുക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യമാണ് ലോകത്തിന്റെ നേതാവിനോടുള്ള അദമ്യമായ പ്രേമത്തിന്റെ അടങ്ങാത്ത ആവേശത്തിന്റെ അലമാലകൾ. ലോകത്തിന്റെ നേതാവിലേക്ക് അവിടെ കിടന്നുകൊണ്ട് മയങ്ങുന്ന അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ റൗളാ ശരീഫിലേക്ക് സ്നേഹം കൊണ്ട് സ്വലാത്തിന്റെ പെയ്മാരികൾ ഒന്നല്ല, ആയിരമല്ല, 10,000മല്ല, 1,00,000 ചൊല്ലിയാൽ തന്നെ മതി വരൂല്ല. അത്രത്തോളം സ്വലാത്തുകൾ ലോകത്തിന്റെ നേതാവിന്റെ പേർക്ക് ചെല്ലണം. മദ്ഹുർ റസൂൽ എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. ഒരുപാട് പറയാനുണ്ട് ലോകത്തിന്റെ നേതാവിനെ കുറിച്ച്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയായിരിക്കും നാളെ പെരിഞ്ഞമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് സംസാരിക്കുക. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങൾ, എന്തുകൊണ്ടാ ലോകത്തിന്റെ നേതാവിനെ യഥാർത്ഥമായി നമ്മുടെ മനസ്സിൽ ഒന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിയാതെ? സ്വന്തം ഉമ്മ ആ മകനോട് കാണിക്കുന്ന ഒരു സ്നേഹം, ആ ഒരു സ്നേഹത്തിന്റെ ഒരല്പം പോലും അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്നില്ല മനുഷ്യൻ. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും നല്ലൊരു സന്തുഷ്ടനായ വ്യക്തിയായി, ഹബീബിനെ കുറിച്ച് വല്ലാതെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മതം എപ്പോഴും പാലിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അല്ലേ? നമ്മളും പാടണം. തിങ്കൾ ഹബീബുള്ളാഹേ റസൂലുള്ളാഹേ, തിങ്കൾ ഹബീബുള്ളാഹേ ത്വയ്ബ പതിഞ്ചിവേ തൗഹീദോളി നീലാവേ. അല്ലാഹുവേ, മദീനത്ത് കിടക്കുന്ന ലോകത്തിന്റെ നേതാവിനോടൊപ്പം ഞങ്ങളെയും അവിടത്തെയോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് അബൂ ഹുറൈറയോട് പറഞ്ഞു, അബൂ ഹുറൈറ, നീ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം നീ സ്വീകരിക്കുന്നുവെങ്കിൽ ഞാൻ ഇനി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂല, ആഹാരം കഴിക്കൂല, ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. അബൂ ഹുറൈറ, ഞാൻ പട്ടിണി കിടന്ന് മരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ, നിങ്ങൾ എന്റെ റസൂലുള്ളാഹിന്റെ ചര്യ വിട്ടുകൊണ്ട് ഞാൻ വരണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഞാൻ സ്വീകരിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് വെള്ളം കുടിക്കാതെ മരിച്ചാലും
നിന്റെ ഹബീബിനെ വിട്ടു പിരിഞ്ഞുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ എന്റെ ഉമ്മ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല അവരെ പട്ടിണി കിടക്കുകയാണ് നബിയേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴിയെന്ന് കണ്ടെത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് പിരിഞ്ഞ് വീട്ടിലേക്ക് വരുമോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് നോക്കുമ്പോ അവിടത്തെ വീട്ടിന്റെ വാതില് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്റെ ഉമ്മ വല്ല കടുങ്കയും ചെയ്യുമോ റബ്ബേ എന്ന് ഓർത്തുകൊണ്ട് വാതിലിൽ മുട്ടുമ്പോ ഒന്ന് പറയട്ടെ അകത്തട്ടിൽ നിന്ന് സ്വലാത്തിന്റെ മധുരം ഇങ്ങനെ കേൾക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മധുരം ഇങ്ങനെ പറയുകയാണ് വേറെ ആരുമല്ല ലോകത്തിന്റെ നേതാവിന്റെ മതത്തിൽ നിന്ന് അബൂ ഹുറൈറ പിന്തിരിഞ്ഞു വരണമെന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ് ഉറക്ക സ്വലാത്ത് ചൊല്ലുകയാണ് ഈ പൊന്നുമോൻ പോലും ഉമ്മാനെ മറന്നുകൊണ്ട് വിടന്ന് പോയില്ലേ ഉമ്മയെക്കാൾ സ്നേഹം നബി തങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തപ്പോ അല്ലാഹു ഉമ്മാന്റെ മനസ്സിൽ കൃപയിട്ട് കൊടുത്തുകൊണ്ട് നബിയോടുള്ള സ്നേഹം കൂട്ടിയില്ലേ ആ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം വന്നു പോയാ അതപ്പതനത്തിൽ നമ്മൾ പെട്ടുപോകൂല ആഡംബരത്തിൽ നമ്മൾ പെട്ടുപോകൂല ആഭാസനത്തിൽ നമ്മൾ പെട്ടുപോകൂല ആരുടെയും കുറ്റങ്ങളും കുറവുകളും പറയാൻ നമ്മൾ പോകൂല നബി തങ്ങളെ ഇഷ്ടപ്പെടാത്തതിന്റെ ലോകത്തിന്റെ നേതാവിന്റെ കൽപ്പനയെ സ്നേഹിക്കാത്തതിന്റെ അതിന് ഇഷ്ടപ്പെടാതെ മറന്നുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്നവരാണ് അനാവശ്യമായ ഇഷ്ടപ്പെടാത്ത വാക്കുകളും പറയുക അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഏറ്റെടുക്കുന്നവരിൽ പെടുത്തട്ടെ പ്രിയമുള്ളവരെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ പോരാ ലോകത്തിന്റെ നേതാവിന്റെ മതം പറഞ്ഞിട്ടുള്ള സദസ്സാണ് ഇവിടെ വെച്ച് എന്ത് പറഞ്ഞാലും അല്ലാഹു തആല സ്വീകരിക്കൂലേ അല്ലാഹു 1,24,000 പരം അംബിയാ മുർസലുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ സത്യരാജരങ്ങളിൽപ്പെട്ട ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തിത്വമേ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹ പറഞ്ഞ സദസ്സാണ് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാനം നല്ലതുപോലെ കണ്ണുനീരോടെ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ദുആ ചെയ്ത് പിരിയ അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ നബി തങ്ങളുടെ പേർക്ക് മധുഹ പറഞ്ഞു അവിടത്തേക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി അങ്ങനെയുള്ള സദസ്സാണ് അതുകൊണ്ട് ഈ സദസ്സ് അർത്ഥവത്തായിട്ടും ദുആക്കുത്തരമുള്ള സദസ്സാണ് കൊച്ചുമക്കളും വയസ്സായ ആളുകളും ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ പണ്ഡിതന്മാർ ഈ സദസ്സിൽ ഇരിപ്പുണ്ട് അല്ലാഹുവേ നമ്മയെല്ലാം നീ കാട്ടിക്കൊടുക്കണേ അല്ലാഹ് നമ്മയെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ ജന്നത്തുൽ ഫിർദൗസിൽ നീ കടത്തണേ അല്ലാഹ് നീ കടത്തണേ റബ്ബേ അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടി ആരെയും നീ പരാജയപ്പെടുത്തല്ല അല്ലാഹ് റബ്ബേ ഇന്നത്തെ പത്രത്തിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം നമ്മുടെ കൊച്ചുമക്കളിൽ കണ്ടുവരുന്നെന്നുള്ള വാക്ക് നമ്മൾ അറിഞ്ഞ റബ്ബേ അതുകൊണ്ട് നാഥാ നമ്മുടെ മക്കളുടെ നാക്കുകളിൽ നീ ക്യാൻസർ പോലത്തെ മാരകമായ രോഗം ലോകത്തിന്റെ നേതാവിന്റെ ബറക്കത്ത് കൊണ്ട് കൊടുക്കല്ലേ റബ്ബേ നീ കൊടുക്കല്ലേ അല്ലാഹുവേ നബി തങ്ങളെ കുറ്റം പറയുന്ന നബി തങ്ങളെ ആക്ഷേപിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ കുറ്റം പറയല്ലേ എന്ന് പറഞ്ഞിട്ടും കുറ്റം പറയുന്ന നബി തങ്ങളെ വാതിലേക്കാതെ ആവാസരത്തിന്റെ പിന്നാലെ വാദത്തിന്റെ പടഹദ്വനിയിലേക്ക് പോകുന്നവരെ നീ വെറുതെ വിടല്ലേ അല്ലാഹ് അവർക്ക് ഉത്തമമായ പാഠം നീ കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ ജീവിതമാണ് നമുക്ക് വലുത് നിന്റെ ഹബീബിന്റെ ആശയമാണ് നമുക്ക് വലുത് അതുകൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നിന്റെ ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള രീതിയിൽ ജീവിക്കാം നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞതൊക്കെ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ സംഘാടകർ 3 മണിക്കൂറെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 3 മണിക്കൂർ ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ പോലും പിന്നെ സുഖമില്ലാതെ ഇന്നൊട്ടും വയ്യ. എന്നിട്ടും ഇവിടെ വന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചെറുപ്പക്കാരുടെ പരിപാടി വേറെ ആരെങ്കിലും ഒന്ന് വിടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എന്റെ ഇവിടെയുള്ളവർ വിളിച്ചപ്പോ, പ്രത്യേകിച്ചും അബൂബക്കർ ഉസ്താദ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു പരിപാടി ക്യാൻസൽ ചെയ്തെങ്കിലും ഞാൻ കൊടുക്കാറില്ല. കാരണം വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ഞാൻ ഈ മൈക്കിന് മുമ്പിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായി ഞാൻ അവിടെ ചെന്ന് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയവനാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും ഒരു അടവുകൾ കാണിക്കില്ല. എന്നാൽ ചിലരൊക്കെ സ്വന്തം ഉസ്താദുമാരെ പോലെ കുറ്റം പറയുന്നവർ ഇന്നത്തെ ഭൂമി ലോകത്തുണ്ടാകാം. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. ആരെപ്പോലെ ബഹുമാനപ്പെട്ട ഹല്ലല റളിയല്ലാഹു തആല അൻഹു ഒരു ഉസ്താദായിരുന്നു. സ്വന്തം ശിഷ്യൻ പറഞ്ഞു അവൻ കാവല്യവാനാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവിടുന്ന് ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് വലിയൊരു അറിയിപ്പ് കിട്ടി. അവന്റെ കോലം പന്നിയുടെ കോലത്തിലായി. പക്ഷെ അങ്ങനെയുള്ള ആരുമത്തില്ല, അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ഒരിക്കലും ഉസ്താദുമാരോട് ഒരു അപകടം കാണിക്കാൻ. ഇവിടുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ സാധാരണ ഒരു സദസ്സിൽ സംസാരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ട്. ഒരുപക്ഷെ ഞാനിവിടെ നിന്ന് വെള്ളത്തിന് വേണ്ടി ഏതെങ്കിലും അങ്ങോട്ട് പോയ ഉസ്താദായിരിക്കും ഒരുപക്ഷെ പേര് വെള്ളം തരിക. അത് പേടിച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കാതിരിക്കില്ല. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അള്ളാഹു നിങ്ങളുടെ ഈ സംരംഭത്തെ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹുവിന്റെ ആ മഹ്ശറയിൽ നമുക്കൊക്കെ ഒരേപോലെ രക്ഷപ്പെടുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ മനസ്സുകൊണ്ട് സന്തോഷപ്പെടുത്തിയ ആളുകൾ ഈ നാട്ടിലുള്ളവർക്ക് അള്ളാഹു തആല നാളെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഉള്ള തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സുകൊണ്ട് വേദനിപ്പിച്ചവരെ അള്ളാഹു ഏറ്റെടുക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ സന്തോഷത്തിൽ ഉപകരിക്കുവാനും അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട ആനന്ദത്തിൽ ഉല്ലസിക്കുവാനും അള്ളാഹു ഈയുള്ള നമുക്ക് ഏവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ പേർക്കുള്ള മൗലിദുകൾ ഇപ്പോഴെന്നല്ല, റബീഉൽ അവ്വൽ എന്ന് മാത്രമല്ല, സദാസമയത്തും ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളെ കേട്ടതും പറഞ്ഞതുമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയപ്പെട്ട പെണ്ണുമാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്റെ ഉപ്പ മനസ്സിന്റെ മനോമുഖരമാണ്, എന്റെ ഉപ്പ മാണിക്കല്ലാണ്, എന്റെ ഉപ്പാന്റെ അഴകിനെ വെല്ലുന്ന ഒരാളും ഇന്നേവരേക്ക് ഭൂമി ലോകത്ത് കടന്നു വന്നിട്ടില്ല. സൂര്യനെക്കാളും ചന്ദ്രനെക്കാളും ഒക്കെ എന്റെ നേതാവ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ സൗന്ദര്യവാനാണ്. അതുകൊണ്ട് എന്റെ ഉപ്പാനെ എല്ലാവരും സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു വേള നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്ന് തുടുത്തിരിക്കുകയാണ്. കണ്ണുനീര് ധാരധാരയായി ഒലിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് കണ്ടുകൊണ്ട് ഫാത്തിമ ചോദിച്ചു, എന്റെ ഉപ്പാ എന്തിനാണ് കരയുന്നതുപ്പാ? എന്തിനാണ് വേദനിക്കുന്നതുപ്പാ? എന്തിനാണ് പ്രയാസപ്പെടുന്നതുപ്പാ? അവിടെന്ന് പറഞ്ഞു, മോളെ ഫാത്തിമ, എന്റെ സമുദായത്തിൽ അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ഒരു വിഭാഗം ആളുകൾ കടന്നു വരുമ്പോളെ ഫാത്തിമ, അവരെന്നെ കുറ്റം പറയുന്നവരായിരിക്കും ഫാത്തിമ, അവരെന്നെ ചീത്ത വിളിക്കുന്നവരായിരിക്കും ഫാത്തിമ, അവരെന്റെ പേര് പറയുന്നിടത്ത് അലങ്കോലപ്പെടുത്തുന്നവരായിരിക്കും ഫാത്തിമ. എന്റെ പേര് പറയുമ്പോ, എന്നെ കുറിച്ച് പറയുമ്പോ, എന്നെ കുറിച്ചുള്ള മധുഹുകളൊക്കെ പറയുമ്പോ അതിനെ എങ്ങനെയെങ്കിലും മനോസരപ്പെടുത്താനും ഇല്ലാതാക്കാനും എങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നവരാണ് ഒരു കൂട്ടർ. അവര് നാളെ മഹ്ശറയിൽ വരുമ്പോ പന്നിയുടെ കോലത്തിൽ വരുമെന്ന് ഞാൻ ഭയക്കുന്നു ഫാത്തിമ. അല്ലാഹുവേ, എന്റെ സമുദായത്തിന് അല്ലാഹ് മനുഷ്യന്റെ കോലമല്ലാത്തൊരു കോലത്തിൽ മഹ്ശറയിൽ കൊണ്ടുവരല്ലേ എന്ന് കണ്ണുനീരോടെ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട്
ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് അല്ലാഹു തആല ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുവാൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലുപരി ബഹുമാനപ്പെട്ടവരെ, ഏറ്റവും നല്ല സന്തോഷമാണ് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ഇന്നത്തെ ഈ ഒരു ദിവസം. സാധാരണ ഒരു സ്ഥലത്തും ഈ ദിവസത്തെ ഓർഡർ ഉണ്ടാവില്ല, മിക്കവാറും ഇതിന് ഒന്നുകൾ ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിന് ശേഷം. ഇന്ന് ഇതേപോലെ നമ്മുടെ ചെറുപ്പക്കാർ പരിപാടി സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ഇതിന് വേണ്ടിയുള്ള ഒത്താശകൾ ഈ നാട്ടിലുള്ള എന്റെ ഉപ്പമാരും ഉമ്മമാരും ചെയ്തു കൊടുത്തു എന്നുള്ളതിന്റെ ഒരേ ഒരു തെളിവാണ് ഈ കാണുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള രീതിയിൽ ലോകത്തിന്റെ നേതാവിനെ കുറിച്ചും ഒക്കെ നിങ്ങളോട് 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്, 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു അവസരം ഇവിടെ ഒരുക്കിയല്ലോ. അല്ലാഹുവേ, അവരെന്ത് ചെയ്താലും നമ്മുടെ ചെറുപ്പക്കാർ പഠിക്കുന്നവരുണ്ടെങ്കിൽ അതിനകത്ത് നീ അഭിവൃദ്ധി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഗൾഫുകാരുണ്ടെങ്കിൽ അവരുടെ ജോലിയിൽ നീ ഖൈറും ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും അല്ലാഹ് ഇതിനു വേണ്ടി ഓടി വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് അല്ലാഹ് അർശിന്റെ തണലല്ലാതെ മറ്റൊന്നും നീ കൊടുക്കല്ലേ റഹ്മാനെ. അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ ഉമ്മയെ പോലുള്ള എന്റെ ഉമ്മമാര് അല്ലാഹ് ഇവർക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം അല്ലാഹ് നിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള അവകാശം നീ കൊടുക്കണേ അല്ലാഹ് ബിഹഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ ബഹുമാനികളെ, ഈ ഇരുത്തം അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇരുത്തമാണ്. നബി തങ്ങളുടെ ആ സദസ്സിലുള്ള ഒരു ഇരുത്തമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള സദസ്സാണ്. അതുകൊണ്ട് ഈ ഒരു ഇരുത്തം അല്ലാഹ്ക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ്, ഇന്ന് നിങ്ങൾ ചെന്ന് കിടന്നുകൊണ്ട് ഉറങ്ങുമ്പോ ആ ഉറക്കം ഏറ്റവും നല്ല സന്തോഷമായിരിക്കും. കാരണം ഒരിടത്തും കിട്ടാത്തൊരു ഭാഗ്യം നമ്മുടെ ചെറുപ്പക്കാർ നമുക്ക് ഉണ്ടാക്കി തന്നില്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊന്ന് പറയാനും അവിടുത്തെ മൊഴിയൊന്നും നല്ലതുപോലെ പാടാനും പറയാനൊക്കെ ഒരു അവസരം നമുക്ക് ഒരുക്കിയില്ലേ. അതിന് അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും അതിലൂടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗവും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.